അസ്സലാമു അലൈക്കും വറഹമത്തുള്ള. പോഡ്കാസ്റ്റിൻ്റെ പുതിയൊരു അധ്യായത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാനും ഷാനുമാണുള്ളത്. ഞങ്ങൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന വിഷയം എന്ന് പറഞ്ഞാൽ നിരീശ്വരവാദികൾ ഭയങ്കര സംഭവമായിട്ട് ഉപയോഗിക്കാറുള്ള ഒരു ആർഗ്യുമെൻ്റാണ്. അപ്പോൾ നമ്മൾ നിരീശ്വരവാദികളോട് ഇങ്ങനെ പറയാണ്, പല വിഷയങ്ങളും സംസാരിക്കാറുണ്ട്. നിരീശ്വരവാദികൾ എന്ന് പറഞ്ഞാൽ ദൈവത്തെ നിരാകരിക്കുന്ന ആളുകൾ, ദൈവമില്ല എന്ന് പറയുന്ന ആളുകളാണല്ലോ. അവരോട് ഇങ്ങനെ ചോദിക്കുമ്പോൾ നമ്മൾ പലപ്പോഴും ഈ പ്രപഞ്ചത്തിനൊരു ദൈവം ഉണ്ടാകേണ്ടതിൻ്റെ നെസസിറ്റിയെ പറ്റി പല രീതിയിലും പറയും. ഒരുപാട് തരത്തിൽ പറയാറുണ്ട്. ആ പറയുന്ന സമയത്ത് വളരെ ലേമാൻ ആയിട്ടുള്ള, വളരെ സാധാരണക്കാരായിട്ടുള്ള ആളുകൾക്ക് വേണ്ടി നമ്മൾ പലപ്പോഴും ഫൈൻ ട്യൂണിംഗ് ആണ് പറയുക. പെട്ടെന്ന് മനസ്സിലാക്കാനും അത് ഉൾക്കൊള്ളാനൊക്കെ വേണ്ടിയിട്ട്. അപ്പോൾ അതൊക്കെ പറയുന്ന സമയത്ത് എങ്ങനെയാണ് നിങ്ങൾ ഈ പ്രപഞ്ചത്തെ ഒരു ദൈവമില്ലാതെ എക്സ്പ്ലെയിൻ ചെയ്യുക എന്ന് ചോദിക്കുന്ന സമയത്ത് അവർ പറയാറുള്ള സാധനമാണ്, ഞങ്ങൾ എവല്യൂഷൻ തിയറിൻ്റെ ആൾക്കാർ, ഞങ്ങൾ നാച്ചുറൽ സെലക്ഷൻ്റെ ആൾക്കാരാണ്, ഞങ്ങൾ പരിണാമ സിദ്ധാന്തത്തിൻ്റെ ആൾക്കാർ. നിങ്ങൾക്ക് പരിണാമ സിദ്ധാന്തമൊന്നും വിശ്വാസികൾക്ക് വിശ്വസിക്കാൻ പറ്റില്ല, കാരണം പരിണാമ സിദ്ധാന്തം മതത്തിനെതിരാണ്, ദൈവത്തിനെതിരാണ്. പക്ഷെ ഞങ്ങൾ അങ്ങനെ ശാസ്ത്രീയമായി പരിണാമ സിദ്ധാന്തം വിശ്വസിക്കുന്ന ആളുകളാണ്. അപ്പോൾ ഞങ്ങൾക്ക് അതുകൊണ്ട് എന്ത് ചെയ്യാം, ഈ വേൾഡിനെ എക്സ്പ്ലെയിൻ ചെയ്യാം എന്ന് പറയാറുണ്ട്. ഈ ഒരു ഇതാണ് പലപ്പോഴും പലരും ബേസായി എടുക്കാറുള്ളത്. ഈ ഒരു ഡൊമൈനിൽ അല്ലെങ്കിൽ ഈ ഒരു സാധനത്തെയാണ് നമ്മൾ ഇന്ന് ഫോക്കസ് ചെയ്യുന്നത്. ഒരു നിരീശ്വരവാദിക്ക് ശരിക്കും ഒരു എന്താ പറയുക, ഒരു നാച്ചുറൽ സെലക്ഷനിൽ അല്ലെങ്കിൽ എവല്യൂഷനിൽ വിശ്വസിക്കാൻ പറ്റുമോ? നമുക്കാണോ അവർക്കാണോ പറ്റാത്തത്? അതെ. ആർക്കാണ് കോൺട്രഡിക്ഷൻ ഉള്ളത് എന്നുള്ളത്. ഈ നാച്ചുറൽ സെലക്ഷൻ വിശ്വസിക്കുമ്പോൾ നമ്മൾ മതം വിശ്വസിക്കുന്നു, അഥവാ ദൈവത്തിൽ വിശ്വസിക്കുന്നു. അവർ നിരീശ്വരവാദത്തിൽ വിശ്വസിക്കുന്നു, ദൈവമില്ല എന്നുള്ളത് വിശ്വസിക്കുന്നു. ഈ രണ്ട് ആശയങ്ങളിൽ ഏത് ആശയത്തിനാണ് നാച്ചുറൽ സെലക്ഷൻ്റെ ഒപ്പം പോകുമ്പോൾ കോൺട്രഡിക്ഷൻ ഉണ്ടാകുന്നത്? നാച്ചുറൽ സെലക്ഷൻ ശരിയാണോ തെറ്റാണോ, എവല്യൂഷൻ ശരിയാണോ തെറ്റാണോ, അത് നമ്മൾ ഇന്നത്തെ ഡിസ്കഷൻ ടോപ്പിക്കേ അല്ല. രണ്ട് ഭാഗത്തിലും ഒരുപാട് ഡിസ്കഷൻസ് നടന്നുകൊണ്ടിരിക്കുന്ന അതിനാണ്. അതുകൊണ്ട് നമ്മൾ അതിലേക്ക് പോകുന്നില്ല. എനിവേ, ഇപ്പോൾ ഇവർ പറയുന്ന ഈ ഒരു നാച്ചുറൽ സെലക്ഷൻ എവല്യൂഷൻ എടുത്താൽ പോലും ആർക്കാണ് ഇതിലൊരു കോൺട്രഡിക്ഷൻ ഉണ്ടാവുക എന്നുള്ള ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം എവല്യൂഷനിൽ വിശ്വസിക്കുന്നത് കൊണ്ട് യാതൊരു രീതിയിലുള്ള തിയോളജിക്കൽ പ്രോബ്ലംസും വരുന്നില്ല. അതിപ്പോൾ നാച്ചുറൽ സെലക്ഷൻ ശരിയാണെങ്കിൽ പോലും നമ്മൾ ശരിയാണെന്നോ തെറ്റാണെന്നോ പറയല്ല, ജഡ്ജ്മെന്റ് ചെയ്യല്ല. പക്ഷെ ഇനിയിപ്പോൾ ശരിയാണെങ്കിൽ പോലും ഒരു വിശ്വാസിൻ്റെ ഒരു പ്രൈമറി അല്ലെങ്കിൽ ബേസിക് ബിലീഫിനെ അത് കോൺട്രഡിക്റ്റ് ചെയ്യുന്നില്ല, അത് വിരുദ്ധത്തിൽ വരുന്നില്ല എന്നുള്ളതാണ്, വൈരുദ്ധ്യത്തിൽ വരുന്നില്ല എന്നുള്ളത്. അതെ, അതുകൊണ്ട് തന്നെ ദൈവത്തിനെ നാച്ചുറൽ സെലക്ഷനിലൂടെ വേണമെങ്കിൽ സൃഷ്ടിക്കാം, അല്ലാതെ മറ്റു രീതികളിലൂടെയും സൃഷ്ടിക്കാവുന്നതേ ഉള്ളൂ. ദൈവം സൃഷ്ടിച്ചു എന്നുള്ളതാണ് വിശ്വാസം സംബന്ധിച്ച് അവൻ്റെ അടിസ്ഥാന പൊസിഷൻ. ദൈവത്തിനെ എങ്ങനെ സൃഷ്ടിക്കാം, ദൈവം എങ്ങനെയാണ് സൃഷ്ടിച്ചത് എന്നുള്ളത്, അല്ലെങ്കിൽ ഈ പ്രപഞ്ചത്തിലെ എല്ലാ കാര്യങ്ങളും എങ്ങനെയാണ് വന്നത് എന്നുള്ളത് ഒരിക്കലും പ്രമാണങ്ങളിലും നമുക്ക് മനസ്സിലാക്കാൻ പറ്റില്ല. പക്ഷെ നമുക്ക് പറഞ്ഞു തന്നിട്ടില്ല. അപ്പോൾ അതിനർത്ഥം പഠിച്ചവന് പല രീതിയിൽ സൃഷ്ടിപ്പ് നടത്തുക എന്നുള്ളതാണ്. അപ്പോൾ മനുഷ്യൻ്റെ വിഷയം പറഞ്ഞു തന്നിട്ടുണ്ട്, മനുഷ്യൻ എങ്ങനെയാണ് സൃഷ്ടിച്ചിട്ടുള്ളത്, അത് അങ്ങനെ തന്നെ നടക്കുള്ളൂ എന്ന് വിശ്വാസികൾ പറയുന്നു. അതിൻ്റെ ഒപ്പം ബാക്കിയുള്ള കാര്യങ്ങളുടെ എക്സ്പ്ലനേഷൻ എന്ന് പറഞ്ഞാൽ അത് വൈരുദ്ധ്യമില്ലാത്ത വിധം എങ്ങനെയും മനസ്സിലാക്കാം, അല്ലെങ്കിൽ എങ്ങനെ മനസ്സിലാക്കുന്നതുകൊണ്ടും മതം തെറ്റാവുന്നില്ല, അല്ലെങ്കിൽ മതത്തിനാകൊണ്ടൊരു മതവിശ്വാസികൾക്കൊണ്ടൊരു ഒരു പ്രശ്നം ഉണ്ടാവുന്നില്ല എന്നുള്ളതാണ്. അതെ, തീസത്തിന് ആ വിഷയത്തിൽ ഒരു രീതിയിലും പ്രശ്നം ഉണ്ടാകുന്നില്ല. ഇപ്പം ദൈവത്തിന് പല രീതിയിൽ ഉണ്ടാക്കാം, നാച്ചുറലിസ്റ്റിലാകിൽ ഒരു രീതിയിൽ മാത്രമേ ഉണ്ടാക്കാൻ പറ്റുള്ളൂ. അതുകൊണ്ട് എവല്യൂഷനിലൂടെ ഉണ്ടാകുന്നു എന്നുള്ളത് നാച്ചുറലിസ്റ്റിന് എവിഡൻസ് ആണ് എന്ന് ചിലർ പറയാറുണ്ട്. പക്ഷേ ആ വാദത്തിൽ ചില പ്രശ്നങ്ങളുണ്ട്. ആ പ്രശ്നങ്ങൾ എന്താണെന്നുള്ള ഡീറ്റെയിൽസ് വേണമെങ്കിൽ ഈ വിഷയത്തിൽ, അല്ലെങ്കിൽ ഈ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഞാനും വിഘ്നവും തമ്മിൽ നടത്തിയൊരു ഡിബേറ്റ് വേണമെങ്കിൽ നിങ്ങൾക്ക് റെഫർ ചെയ്ത് നോക്കാം. അതിൽ എൻ്റെ പ്രസൻറ്റേഷനിൽ വളരെ കൃത്യമായിട്ട് എന്തുകൊണ്ടാണ് ഇത്തരം ആർഗ്യുമെൻറ്റ്സ് വർക്ക് ചെയ്യാത്തത് എന്ന് വിശദീകരിക്കുന്നുണ്ട്. എനിക്ക് തോന്നുന്നു ഇപ്പോൾ അവരും ഈ ആർഗ്യുമെന്റ്സ് മുന്നോട്ട് വെക്കാറില്ല എന്ന് തോന്നുന്നു. അധികം പറയാറില്ല. ഈ സാധാരണക്കാരായിട്ടുള്ള നിരീശ്വരവാദികളാണ് പലപ്പോഴും ഇതിൽ സ്റ്റക്കായി പോയിട്ട് ഇതന്നെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരാൾക്കാരുണ്ട്. നിങ്ങൾ പറഞ്ഞ മാതിരി ഇതിന്റെ പ്രശ്നം മനസ്സിലാക്കുന്ന ആളുകൾക്ക് മീൻസ് കുറച്ചും കൂടി ഒരു ഫിലോസഫിക്കലായിട്ട് അതിനെ ഡീൽ ചെയ്യുന്ന ആളുകളെ സംബന്ധിച്ച് പോലും അതൊന്ന് പിന്നിലേക്ക് വന്നിട്ടുണ്ട്. പക്ഷെ ഈ സാധാരണക്കാരായിട്ട് ആൾക്കാർ വിചാരം ഇതന്നെ വലിയ സംഭവം, ഇതന്നെയാണ് കാര്യം, എവല്യൂഷനാണ് നിരീശ്വരവാദം, എവല്യൂഷനിൽ വിശ്വസിക്കാൻ പറ്റും എന്നൊരു രീതിയിലാണ് അവരതിനെ കാണുന്നത്. പിന്നീട് വരുന്നൊരു വിഷയം എന്താണെന്ന് വെച്ചാൽ, ഇത് പ്രമാണങ്ങളുമായി, ദൈവവിശ്വാസവുമായിട്ട് ഇതിന് കോൺട്രഡിക്ഷൻ ഒന്നും ഇല്ല എങ്കിലും ഇസ്ലാമിക പ്രമാണങ്ങളുമായി ഇത് യോജിപ്പിലാണ് എന്നുള്ളൊരു ഒബ്ജക്ഷനാണ്. അതും ശരിയല്ല. കാരണം ഇപ്പം എവല്യൂഷൻ എന്ന് പറയുമ്പം ഏകകോശ ജീവിയിൽ നിന്നാണ് എല്ലാ ജീവികളും ഉണ്ടായത് എന്നുള്ള വിശ്വാസം ഇസ്ലാമിന്റെ പ്രമാണങ്ങളുമായിട്ട് കോൺട്രഡിക്ഷൻ നടക്കുന്നില്ല. ജീവജാലങ്ങൾ എവല്യൂഷനിലൂടെ ഉണ്ടാകുന്നു എന്നതുകൊണ്ട് ഒരു രീതിയിലും എന്ത് ചെയ്യുന്നില്ല, പ്രശ്നം വരുന്നില്ല. ആദം നബി ഇസ്ലാമിനെ പഠിച്ചു സൃഷ്ടിച്ചതാണ്. ആദം നബി ഇസ്ലാമിന്റെ മക്കളാണ് ഇന്ന് പടച്ചവൻ എന്താ പറയുക സ്വാതന്ത്ര്യം കൊടുത്തതായി, അവൻ പരീക്ഷണം നൽകുന്നതായി, പരലോകമുള്ളതായി അവതരിപ്പിച്ച മനുഷ്യർ. ആ മനുഷ്യർ എന്ന് പറഞ്ഞാൽ ആദം നബി ഇസ്ലാമിന്റെ മക്കളാണ്. ഇത് മാത്രമാണ് ആ ഒരു എക്സെപ്ഷണൽ കേസായിട്ട് നിൽക്കുന്നത്. ബാക്കി എല്ലാ വിഷയത്തിലും എങ്ങനെയും നമുക്ക് പടച്ചവൻ പറഞ്ഞു തരാത്തതുകൊണ്ട് എങ്ങനെ അതിനെ സ്വീകരിക്കാം. അതുകൊണ്ട് തന്നെ എവല്യൂഷന്റെ തെളിവുകളായിട്ട് ഇവർ ഉന്നയിക്കുന്ന എല്ലാ മറ്റു ജീവജാലങ്ങളുടെ വിഷയത്തിൽ ഉപയോഗിക്കുന്ന എല്ലാ തെളിവുകളും നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റും. അഫ്കോഴ്സ്. അതായത് അതിലൊരു അപ്പൊ നമുക്കും എതിർക്കാനും പറ്റും. ഒരു വിശ്വാസം സംബന്ധിച്ച് അയാൾ സയന്റിസ്റ്റ് ആണ്, അയാൾക്ക് ഇതിന് ഓപ്പോസിറ്റ് ആയിട്ടുള്ള തിയറികളാണ് അയാൾക്ക് വാലിഡ് ആയിട്ട് ഒന്നെങ്കിൽ അയാൾക്ക് എതിർക്കാം.
ഇനി സപ്പോർട്ടിങ് ആയിട്ടുള്ള തിയറികളാണ് അയാൾക്ക് വാലിഡ് ആയിട്ട് തോന്നുന്നെങ്കിൽ അത് അയാളുടെ അതായത് ഇതും മതവും തമ്മിൽ എന്ത് ചെയ്യുന്നില്ല, കോൺഫ്ലിക്റ്റ് വരുന്നില്ല. yes, അതായത് ഇപ്പൊ അയാൾക്ക് ഇതിൽ എവിഡൻസുകൾ ശരിയല്ലാന്ന് തോന്നിയാൽ അതിനെ എതിർക്കുകയും എതിർക്കാം. എവിഡൻസുകൾ ശരിയാണെന്ന് തോന്നിയാൽ അതിനെ സ്വീകരിക്കുകയും ചെയ്യാം. നോർമൽ എന്നാൽ ഒരു ഒരു- സയൻസ് തിയറിയെ പോലെ എന്നാൽ ഒരു നിരീശ്വരവാദിക്ക് നിരീശ്വരവാദിയെ സംബന്ധിച്ചിടത്തോളം ഇത് അംഗീകരിച്ചേ മതിയാവുള്ളൂ. നമ്മൾ മുമ്പ് Yes. പറഞ്ഞതുപോലെ നിരീശ്വരവാദിയിൽ എവല്യൂഷനിലൂടെ മാത്രമേ ഇത് ഉണ്ടാവുക സാധ്യമാവുള്ളൂ. സാധ്യമാവുള്ളൂ. അവർക്ക് ആ എക്സ്പ്ലനേഷനേ ഉള്ളൂ. അതെ. ഇനി ഇപ്പോൾ നമുക്ക് ആ എക്സ്പ്ലനേഷൻ അവർക്കുള്ളൂ നമ്മൾ പറഞ്ഞു. ആൻഡ് ഫൈനലി നമ്മളിപ്പോൾ ഇനി നോക്കാൻ പോകുന്ന പറഞ്ഞാൽ അവർക്ക് അങ്ങനെ വിശ്വസിക്കുന്നതുകൊണ്ട് എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ, അല്ലെങ്കിൽ അവർക്ക് ആകെ ഈ ലോകത്തെ എല്ലാ സംഭവങ്ങളും ഉണ്ടായത് എവല്യൂഷനിലൂടെയാണെന്നേ പറയാൻ പറ്റുള്ളൂ. അത് അവർ നിരന്തരം പറഞ്ഞുകൊണ്ടിരിക്കുന്നതാണ്. അങ്ങനെ പറയുന്നത് ആക്ച്വലി ഒരു ശരിയായ പറച്ചിലാണോ, അല്ലെങ്കിൽ ശരിക്കും അവർക്ക് അങ്ങനെ പറയാൻ പറ്റുമെന്നുള്ളതാണ് നമ്മൾ ഇനി നോക്കേണ്ട കാര്യം. അഥവാ അങ്ങനെ പറയുന്നതുകൊണ്ട് ഒരു വൈരുദ്ധ്യം, ഒരു കോൺട്രഡിക്ഷൻ ഉണ്ടാവും എന്നുള്ളതാണ് കാര്യം. അതിൽ ഫസ്റ്റ് തോന്നുന്നത് നമ്മൾ ഇതിൻ്റെ ഡെഫിനിഷൻ നോക്കണമെന്നാണ്. എന്താണ് എവല്യൂഷൻ, എന്താണ് എത്തീസം എന്നൊക്കെയുള്ള കാര്യം. ബേസിക്കലി എവല്യൂഷൻ എന്ന് പറഞ്ഞാൽ ഡിഫൈൻ ചെയ്യുകയാണെങ്കിൽ ബ്രീഫായിട്ട് എങ്ങനെ പറയാൻ പറ്റും? എവല്യൂഷൻ എന്ന് പറഞ്ഞാൽ തിയറി ഓഫ് എവല്യൂഷൻ. തിയറി ഓഫ് എവല്യൂഷൻ വരുന്നത് ഏകകോശ ജീവിയിൽ നിന്ന് മില്യൺ കണക്കിന് വർഷങ്ങൾ എടുത്തുകൊണ്ട് വ്യത്യസ്ത ജീവികൾ പരിണമിച്ച് ഇന്ന് കാണുന്ന മനുഷ്യരുണ്ടായി, മനുഷ്യരും മറ്റു ഈ ജീവജാലങ്ങളും എല്ലാം ജൈവലോകത്തെ വൈവിധ്യങ്ങൾ ആ തരത്തിലുണ്ടായി ഉണ്ടായി എന്നുള്ളതാണ്. ഇങ്ങനെ പിന്നിലേക്ക് പോയാൽ ഇങ്ങനെ എല്ലാ ജീവികളും ഇങ്ങനെ കോമൺ ആൻസ്റ്റേഴ്സിലേക്ക് ഇങ്ങനെ ചുരുങ്ങി വരുന്നതായിട്ട് നമുക്ക് കാണാം. കണക്കെ ഇതിന് പ്രധാനമായും യൂസ് ചെയ്യുന്നത് നാച്ചുറൽ സെലക്ഷൻ എന്ന് പറയുന്ന ഒരു പ്രോസസ്സാണ്. അഥവാ ഒരു ജീവിയിൽ നിന്ന് മറ്റൊരു ജീവിയിലേക്ക് നമ്മൾ ഇപ്പം റീപ്രൊഡക്ഷൻ സംഭവിക്കുന്ന സമയത്ത് നമ്മുടെ ജീൻസും മറ്റു കാര്യങ്ങളെല്ലാം കോപ്പി എടുക്കുമ്പോൾ ചെറിയ രീതിയിലുള്ള മാറ്റങ്ങൾ ഉണ്ടാവും. ഈ ചെറിയ രീതിയിലുള്ള മാറ്റങ്ങൾ ഒരുപാട് കാലം മാറുന്നതിനനുസരിച്ച് അത് കുറച്ചും കൂടി വൈഡർ ആവും. വൺസ് വൈഡർ ആയി കഴിഞ്ഞാൽ അതിൽ സർവൈവലിന് ബെനിഫിഷ്യൽ ആയിട്ടുള്ളത് മാത്രം സെലക്ട് ചെയ്യപ്പെടുകയും അല്ലാത്തത് സർവൈവ് ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് തന്നെ സർവൈവൽ അല്ലാത്തതുകൊണ്ട് ഫിൽട്ടർ ചെയ്ത് പോവുകയും ചെയ്യും എന്നുള്ളതാണ് ബേസിക് എൻ്റെ അടിസ്ഥാനം. ജനറ്റിക് മ്യൂട്ടേഷൻ എന്നുള്ള ടേം പലപ്പോഴും കേട്ടിട്ടുണ്ടാകും. അഥവാ ഒരു ജീവിയിൽ നിന്ന് അതിൻ്റെ മറ്റേ സന്താന പരമ്പരകൾ ഉണ്ടാകുമ്പോൾ നേരത്തെ പറഞ്ഞതുപോലെ ഇതിൻ്റെ പാരന്റിൽ നിന്നും വലിയ വ്യത്യാസങ്ങൾ ഈ ജീവികൾക്ക് ഉണ്ടാകുന്നതാണ്. അപ്പോൾ ആ വ്യത്യാസങ്ങളുടെ വലുപ്പം അനുസരിച്ചിട്ടാണ് അങ്ങനെ മ്യൂട്ടേഷൻ സംഭവിച്ച് പുതിയ ജീവികൾ ഉണ്ടാകുന്നു എന്നുള്ളതും അതിനിടയിൽ ഈ പ്രകൃതിയുമായി ചേരുന്ന, പ്രകൃതിയുമായി ഫിറ്റാകുന്ന, സാഹചര്യങ്ങളുമായി ഇണങ്ങിപ്പോകുന്ന കാര്യങ്ങൾ മാത്രമാണ് മുന്നോട്ട് പോകുന്നത്. ബാക്കിയെല്ലാം എലിമിനേറ്റഡ് ആവുകയും ഈ സാധനങ്ങളെല്ലാം നാച്ചുറലി സെലക്റ്റഡ് ആവുകയും ചെയ്യുന്നു. ഇപ്പോൾ നേച്ചറാണ് ഇതിനെ സെലക്ട് ചെയ്യുന്നത് എന്നുള്ളതാണ് പറയുന്നത്. സർവൈവ് ചെയ്യുന്നതെല്ലാം ആ സാഹചര്യങ്ങളോട് ഫിറ്റായ കാര്യങ്ങളാണ്. സർവൈവൽ ഓഫ് ദി ഫിറ്റസ്റ്റ് ആണ് സെലക്റ്റഡ് ബൈ നേച്ചർ. അതാണ് എവല്യൂഷൻ എന്ന് പറയുന്നത്. ഇനി ഇപ്പോൾ എവല്യൂഷനും എത്തീസവും ഒപ്പം പോകുമെന്നുള്ള നമ്മൾ നോക്കുന്നത്. എത്തീസം എന്ന് പറഞ്ഞാൽ എന്താണ്? എത്തീസം എന്ന് പറഞ്ഞാൽ ദൈവമില്ല എന്നുള്ള വിശ്വാസമാണ്. നമ്മളിവിടെ ബേസിക്കലി കൺസിഡർ ചെയ്യുന്നത് എവല്യൂഷനിസ്റ്റുകൾ പൊതുവെ എടുക്കുന്നൊരു വ്യൂ ആണ് നാച്ചുറലിസം എന്ന് പറയുന്നത്. അത് സൂപ്പർ നാച്ചുറൽ ആയിട്ടുള്ള ഒരു എൻറ്റിറ്റീസും ഇവിടെ ഇല്ല എന്നുള്ളത്. എത്തീസം എന്ന് പറഞ്ഞാൽ ദൈവമില്ല എന്നുള്ള വാദം. നാച്ചുറലിസം എന്ന് പറഞ്ഞാൽ സൂപ്പർ നാച്ചുറൽ ആയിട്ടുള്ള ഒന്നുമില്ല എന്ന് പറയുന്ന വാദം. അഥവാ സൂപ്പർ നാച്ചുറലായിട്ട് ദൈവമില്ല, മലക്കില്ല, നാച്ചുറൽ വേർഡിനപ്പുറം ഒന്നുമില്ല എന്നുള്ള പറയുന്ന വാദമാണ് നാച്ചുറലിസം. അതെ, ഭൗതികവാദം. ഒരു തരത്തിലുള്ള വാല്യൂ സിസ്റ്റവും ഇല്ല. അതോ വാല്യൂസ് ഇല്ല എന്നല്ല, ആ വാല്യൂസിനനുസരിച്ച് ഈ പ്രപഞ്ചം എന്ത് ചെയ്യുന്നില്ല, ഒരു കാര്യം നല്ലതാണ് അതുകൊണ്ട് അത് ചെയ്യുന്ന ആ രീതിയിൽ, നന്മയായതുകൊണ്ട് ഒരു കാര്യം ചെയ്യുന്ന രീതിയിലുള്ള ഒരു യൂണിവേഴ്സ് അല്ല നമ്മുടേത്. മറിച്ച് വളരെ ഇൻഡിഫറൻ്റ് ആയിട്ട് ഇവിലിനും ഗുഡ് ആൻഡ് ഇവിലിനോട് വളരെ ഇൻഡിഫറൻ്റ് ആയിട്ട് പ്രതികരിക്കുന്ന ഒരു യൂണിവേഴ്സ് ആണ് നമ്മുടേത്. ബിയോണ്ട് ഈ എന്താ പറയുക പ്ലെയിൻ നേച്ചർ വേറെ ഒന്നുമില്ല എന്നുള്ളതാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഈ നാച്ചുറലിസ്റ്റ് പരിഗണിക്കുകയാണെങ്കിൽ, അഥവാ നമുക്ക് എത്തീസിൻ്റെ ഒരു എക്സ്റ്റൻഷൻ ആയിട്ടോ അല്ലെങ്കിൽ വേറൊരു രീതിയിലോ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന ഭൗതികവാദം, അതിനെ പരിഗണിക്കുകയാണെങ്കിൽ ആ ഭൗതികവാദി ആയിക്കൊണ്ട് ഒരാൾക്ക് അവർക്ക് ഈ പ്രപഞ്ചത്തെ എക്സ്പ്ലെയിൻ ചെയ്യാൻ ആ ഒരു വഴി എവല്യൂഷനേ ഉള്ളൂ, അല്ലെങ്കിൽ നാച്ചുറൽ സെലക്ഷനേ ഉള്ളൂ. പക്ഷെ അയാൾക്ക് ശരിക്കും ഹോണസ്റ്റ്ലി നാച്ചുറൽ സെലക്ഷൻ എന്ന് പറയുന്നൊരു പൊസിഷൻ ഹോൾഡ് ചെയ്യാൻ പറ്റും? തീർച്ചയായും. അത് വിശദീകരിക്കുന്നതിന് മുമ്പ് നമുക്ക് വേറെ ചില എപ്പിസ്റ്റമിക് പൊസിഷൻസ് വിശദീകരിക്കേണ്ടതുണ്ട്. നമ്മൾ കാണുന്നു, ഞാനിപ്പോൾ സമ്മതിനെ കാണുന്നു, അതേപോലെ ഞാൻ ചിന്തിക്കുന്നു 1+1 = 2 ആണ്. അതേപോലെ ട്രയാങ്കിളിൻ്റെ എല്ലാ ആംഗിൾസും ആഡ് ചെയ്താൽ 180 ഡിഗ്രി കിട്ടും. അങ്ങനെ എനിക്ക് ഓരോ വിശ്വാസങ്ങൾ എനിക്കുണ്ട്. അപ്പം എൻ്റെ ഈ ഒബ്സർവേഷൻ, എൻ്റെ ഈ പെർസെപ്ഷൻ ശരിയാവണം. ഞാൻ ചിലപ്പം ഡ്രീം ചെയ്യായിരിക്കും, ചിലപ്പോൾ ഇവിടെ ഒരു എക്സ്റ്റേണൽ വേൾഡ് ഉണ്ടാവില്ല, ഞാൻ ഏതെങ്കിലും സിമുലേഷനിലായിരിക്കും ഉണ്ടാവുന്നത്. അതല്ലെങ്കിൽ ഇപ്പം 1+1 = 2 എന്നുള്ള എൻ്റെ വിശ്വാസം ബ്രെയിൻ്റെ വയറിംഗ് ആവാം. അതായത് നമ്മൾ ചില വിഷയങ്ങൾ ചിലപ്പോൾ നമുക്ക് 1+1 = 2 ആയതുകൊണ്ടല്ല 1+1 = 2 കിട്ടുന്നത്. പക്ഷേ നമ്മുടെ ബ്രെയിന് 1+1 = 2 എന്ന് വരുന്ന രീതിയിലാണ് സെറ്റ് ചെയ്തിട്ടുള്ളത്. റിയാലിറ്റി വേറെ ആവാം,
പക്ഷെ നമ്മുടെ ബ്രെയിനിന്റെ വയറിങ് ഈ ഉത്തരം മാത്രം കിട്ടുന്ന രീതിയിലാണ്. ഇതിനൊക്കെയുള്ള ചാൻസ് പോസിബിലിറ്റി പലപ്പോഴും പല ഫിലോസഫേഴ്സും പറയാറുണ്ട് എന്നുള്ളതാണ്. ഉദാഹരണത്തിന് ഇപ്പോൾ നമ്മൾ ചാറ്റ് GPT നമ്മൾ കോഡ് ചെയ്യാണ്, 1+1 = എത്രയെന്ന് ചോദിച്ചാൽ 3 എന്ന് റെസ്പോണ്ട് ചെയ്യണം എന്ന രീതിയിൽ നമ്മളതിനെ കോഡ് ചെയ്യുകയാണെങ്കിൽ അത് അങ്ങനെ അത്തരം റെസ്പോൺസ് ആയിരിക്കും തരുന്നത്. ചാറ്റ് ജിപിടിന്റെ പെർസ്പെക്റ്റീവിൽ നോക്കുകയാണെങ്കിൽ റിയാലിറ്റി അതായതുകൊണ്ടല്ല 1+1 = 3 എന്ന് പറയുന്നത്. പക്ഷെ ചാറ്റ് ജിപിടി അങ്ങനെ കോഡ് ചെയ്യപ്പെട്ടത് കൊണ്ടാണ് 1+1 = 3 എന്ന് പറയുന്നത്. ഇപ്പോൾ സ്വാഭാവികമായി നമുക്ക് വരുന്ന ഒരു കാര്യം, നമ്മുടെ ഈ വിശ്വാസങ്ങൾ നമ്മൾ വളരെ ആത്മാർത്ഥതയിൽ അല്ലെങ്കിൽ വളരെ കോൺഫിഡൻസോടെ വിശ്വസിക്കുന്ന ഇത്തരം വിശ്വാസങ്ങൾ ശരിയാണോ ആണെന്ന് നമ്മൾ എങ്ങനെയാണ് ഉറപ്പിക്കുക? ഓക്കെ, ബേസിക്കലി ഇതിനു മുന്നേ ഈ ഒരു ധാരണ എന്താണെന്നുള്ളത് അല്ലെങ്കിൽ ഈ ഒരു കൺസെപ്റ്റ് എന്താണെന്നുള്ളത് ചിലപ്പോൾ പല പ്രേക്ഷകരെ സംബന്ധിച്ച് തീരെ കേട്ട് പരിചയം ഉണ്ടാവില്ല. ഇത് ആക്ച്വലി ഫിലോസഫേഴ്സ് ഹോൾഡ് ചെയ്യുന്ന സ്കെപ്റ്റിസിസം എന്ന് പറയുന്ന ഒരു പൊസിഷനാണ്. സ്കെപ്റ്റിക് ആവുക, ഒരു സംശയം, റാഡിക്കലി സ്കെപ്റ്റിക് ആവുക. നമ്മൾ തീവ്രമായിട്ട് ഒരു സംശയത്തോടു കൂടിയിട്ട് ലോകത്ത് നോക്കിക്കാണുക, ഈ എല്ലാ ലോകത്തിൻ്റെ പ്രക്രിയകളെയും ഒരു സംശയത്തിൻ്റെ കണ്ണോടുകൂടി നോക്കിക്കാണുക എന്നുള്ള റാഡിക്കൽ സ്കെപ്റ്റിസിസം എന്ന് പറയുന്ന ഫിലോസഫേഴ്സിൽ പല ആളുകളും മുന്നോട്ട് വെക്കുന്ന ഒരു പ്രോബ്ലമാണ്. ഓക്കെ, അവിടെ പറഞ്ഞതുപോലെ പലപ്പോഴും നമ്മൾ ആ പ്രോബ്ലത്തെ എലിമിനേറ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് മുന്നോട്ട് പോകാൻ പറ്റുന്നുണ്ടോ എന്നുള്ളതാണ്. അഥവാ നമുക്കിപ്പോൾ അതിനെ എതിർക്കേണ്ട കാര്യം, ഇപ്പോൾ നമ്മൾ ബ്രെയിൻ ഒരു സജഷൻ നമുക്ക് തന്നു, അല്ലെങ്കിൽ ഈ രീതിയിലാണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്, ഇപ്പോൾ ഈ വേൾഡിൽ ഒരു കാര്യത്തെ നമുക്ക് ഇങ്ങനെയാണ് മനസ്സിലാക്കാൻ പറ്റുന്നത്, അതങ്ങനെ മനസ്സിലാക്കിയത് കൊണ്ട് പ്രശ്നങ്ങളൊന്നുമില്ല. അഥവാ അത് തെറ്റാണെന്ന് പറയാൻ അടുത്ത് കാരണമൊന്നുമില്ല. അതുവരെ അങ്ങനെ കാരണം ഉണ്ടാകുമ്പോൾ നമുക്കതിനെ എതിർക്കേണ്ടി വരും. തെറ്റാണെന്ന് പറയാൻ കാരണമില്ലാത്തിടത്തോളം നമ്മളത് അംഗീകരിച്ച് മുന്നോട്ട് പോകുക എന്നുള്ളതാണ്. നമുക്കതേ പറ്റുള്ളൂ. അല്ല, ചിലർ പറയും നമ്മളെല്ലാം ആർഗ്യുമെന്റുകളുടെ അടിസ്ഥാനത്തിൽ അല്ലെങ്കിൽ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ മാത്രമാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, എല്ലാം അംഗീകരിക്കേണ്ടത്. പക്ഷെ അതിനുള്ളൊരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, ഇപ്പോൾ ഒരു ആർഗ്യുമെന്റിൽ പ്രിമേസ് കൺക്ലൂഷൻ, അഥവാ എക്സ് സംഭവിക്കുകയാണെങ്കിൽ വൈ സംഭവിക്കും, എക്സ് സംഭവിക്കുന്നു അതുകൊണ്ട് വൈ സംഭവിക്കുന്നു, ഇങ്ങനെയുള്ള 3 പ്രിമേസുകളാണുള്ളത് വിചാരിക്കുക. അപ്പോൾ അടുത്ത ചോദ്യം, ഈ പ്രിമേസുകൾ ശരിയാണെന്ന് നമ്മളെങ്ങനെ മനസ്സിലാക്കുന്നു? ഈ പ്രിമേസുകൾ ശരിയാണെന്ന് നമ്മൾ മനസ്സിലാക്കുന്നത് വേറൊരു ആർഗ്യുമെന്റ് വെച്ചിട്ടാണ്. അപ്പം ആ പ്രിമേസുകൾ ശരിയാണെന്ന് നമ്മളെങ്ങനെ മനസ്സിലാക്കുക? വേറൊരു ആർഗ്യുമെന്റ്. അപ്പോൾ നമുക്ക് ഫസ്റ്റ് എന്തെങ്കിലും, ഇപ്പോൾ ഇതിൽ ഒരു പ്രിമേസ്, ഇപ്പോൾ എക്സ് സംഭവിക്കുന്നു എന്നുള്ളത് ഞാൻ എക്സ് കാണുന്നത് കൊണ്ട് വിശ്വസിക്കുന്നു. അവിടെ അങ്ങനെ ഒരു പെർസെപ്ഷനിലൂടെ അല്ലെങ്കിൽ എൻ്റെ ഇൻഡ്യൂഷൻ്റെ അടിസ്ഥാനത്തിൽ ഞാനത് അടിസ്ഥാനപരമായിട്ട് നമ്മളുടെ എല്ലാ വിശ്വാസങ്ങളും വരുന്നത് ഇത്തരം ബേസിക് ബിലീഫുകളിൽ ആ ബേസിക് ബിലീഫിനെയാണ് സ്കെപ്റ്റിസിസം ടാർഗറ്റ് ചെയ്യുന്നത്. അതിനാണ് ബേസിക് ബിലീഫ് നമുക്ക് ഒരു ആർഗ്യുമെന്റിലൂടെ തെളിയിക്കാൻ കഴിയില്ല. കാരണം ഞാൻ പറഞ്ഞില്ല, അത് ആർഗ്യുമെന്റിലൂടെ തെളിയിച്ചാൽ പിന്നെ അത് ലൂപ്പായിട്ട് പോകും. അപ്പോൾ ഈ ഒരു ഇപ്പോൾ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ, അടിസ്ഥാനപരമായിട്ടുള്ള കാര്യങ്ങൾ ശരിയാണെന്ന് വിശ്വസിച്ചാലേ ബാക്കി എല്ലാ വിഷയങ്ങളും ഈ വേൾഡിൽ നമുക്ക് പോസിബിൾ ആവുള്ളൂ. അപ്പോൾ നമ്മൾ എന്തുകൊണ്ട് അടിസ്ഥാനപരമായിട്ടുള്ള കാര്യങ്ങൾ ശരിയാണെന്ന് വിശ്വസിക്കുന്നത് വെച്ചാൽ അതിനെ വേറെ തെളിയിക്കാനൊന്നും പറ്റില്ല. സിംപ്ലി പറഞ്ഞാൽ അതിനെ എതിർക്കേണ്ട ഒരു നെസസിറ്റി വരുന്നില്ല. നമ്മുടെ ബേസിക് ധാരണകൾ പല കാര്യങ്ങളും അത് അങ്ങനെയാണ് എന്ന് വിശ്വസിക്കുന്നതുകൊണ്ട് നമുക്ക് ഇറ്റ് ഈസ് വർക്കിംഗ്, അത് നടക്കുന്നുണ്ട്. അത് ഒരു എക്സിക്യൂട്ടീവ് ലെവലിൽ അതുകൊണ്ട് വൈരുദ്ധ്യങ്ങളൊന്നുമില്ല. അത് നമ്മൾ ഈ ഒരു മെത്തേഡ് നമ്മൾ ശരിക്കുകയാണെങ്കിൽ പിന്നെ നമുക്ക് ഒന്നും വിശ്വസിക്കാൻ പറ്റാത്ത അവസ്ഥ വരും. പറഞ്ഞതുപോലെ റാഡിക്കൽ സ്കെപ്റ്റിക് ആവും, ഒന്നും അംഗീകരിക്കാൻ കഴിയാതെ വരും. അതുകൊണ്ട് എല്ലാം മായാണെന്ന് പറഞ്ഞ് നടക്കുന്ന കുറെ ടീമുകൾ ഒരു രീതിയിലുള്ള ആക്ഷനും നമുക്ക് എടുക്കാൻ കഴിയില്ല. നമ്മൾ ഏതെങ്കിലും ഒരു പ്രവൃത്തി നമ്മൾ ചെയ്യുന്നത് നമുക്കതിൻ്റെ റിസൾട്ട് ഇങ്ങനെയാവും എന്നുള്ളൊരു വിശ്വാസം ഉള്ളത് കൊണ്ടാണ്. അപ്പോൾ തീർച്ചയായും നമ്മൾ നമ്മളുടെ ബിലീഫ്സിനെല്ലാം ജസ്റ്റിഫിക്കേഷൻ വേണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്വാഭാവികമായി നമുക്കൊന്നും വിശ്വസിക്കാൻ പറ്റാത്ത അവസ്ഥ വരും. അതുകൊണ്ട് ചില ബിലീഫ്സ് നമ്മൾ വളരെ ബേസിക്കായിട്ട് അംഗീകരിച്ചേ മതിയാവുള്ളൂ. പക്ഷേ അതിനർത്ഥം ഈ ബിലീഫ്സ് ഒരിക്കലും തെറ്റില്ല എന്നല്ല. ഈ ബിലീഫ്സ് തെറ്റാം. പക്ഷേ തെറ്റാണ് എന്ന് കാണിക്കാനുള്ള എന്തെങ്കിലും ഒരു റീസൺ, അല്ലെങ്കിൽ ഇത് തെറ്റാനുള്ള സാധ്യത കൂടുതലാണെന്ന് കാണിക്കാനുള്ള എന്തെങ്കിലും ഒരു റീസൺ ഉണ്ടാകുന്നത് വരെ നമ്മൾ എന്ത് ചെയ്യണം? ഈ ഒരു ബിലീഫ് ഫോൾഡ് ചെയ്യണം. അത് ശരിയാണെന്ന് അംഗീകരിക്കണം. ഇപ്പോൾ ഉദാഹരണത്തിന് ഞാനൊരു പില്ല് കഴിച്ച് ഞാനൊരു റൂമിനകത്തേക്ക് പോവാണ്. റൂമിനകത്തേക്ക് പോകുമ്പോൾ അവിടെ ഒരു പച്ച കളർ വാള് കാണുന്നു. അപ്പോൾ അവിടെയുള്ള ഒരാൾ പറയുകയാണ്, ഈ പില്ല് കഴിച്ച് കഴിഞ്ഞാൽ ചുവന്ന കളറുള്ള വാളുകളെല്ലാം പച്ച കളറായിട്ടാണ് ഉണ്ടാകുന്നത്. അത് വിശ്വസിക്കാൻ എനിക്ക് കാരണമുണ്ട്. ആളെ എനിക്ക് ട്രസ്റ്റ് വർത്തിയാണ്. ഇങ്ങനെ ഒരു സാഹചര്യത്തിൽ സ്വാഭാവികമായും ഞാൻ എന്ത് ചെയ്യും? ഈവൻ തോ ഞാൻ പച്ചയായിട്ടാണ് കാണുന്നതെങ്കിലും ഞാനത് ചുവപ്പാണ് മനസ്സിലാക്കും. കാരണം ചുവപ്പാണ് പച്ചയായിട്ട് എനിക്ക് കാണുക എന്ന ഈ പില്ല് കഴിച്ചാൽ അത് വിശ്വസ്തനായിട്ടുള്ള ഒരാൾ പറയുന്നുണ്ട്. സോ ആ റീസൺ ഉള്ളത് കൊണ്ട് എനിക്ക് വാള് പച്ചയായിട്ടാണ് ഞാൻ കാണുന്നതെങ്കിലും ഇയാളിത് പറയുന്നത് വരെ ഞാൻ ആ വാള് കാണുമ്പോൾ ആദ്യം അത് പച്ചയായിട്ടാണ് കരുതുക. പക്ഷെ ഇയാൾ വന്നിട്ട് ഈ പില്ല് കഴിച്ചാൽ ഇങ്ങനെ ഒരു എഫക്റ്റ് ഉണ്ടാവും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നീട് എന്താവും? ഞാൻ എൻ്റെ ബിലീഫ് അപ്ഡേറ്റ് ചെയ്യും. അത് മറ്റേ ചോപ്പാണെന്നാണ് പിന്നീട് മനസ്സിലാക്കാം. പിന്നെ ആള് പറയുന്നത് തെറ്റാണ് എന്ന ഒരു പൊസിഷൻ നമുക്ക് തെറ്റാനുള്ള സാധ്യത ഉണ്ട്. ട്രസ്റ്റ് വർത്തി ആണെങ്കിൽ പോലും ഇത് വേണമെങ്കിൽ തെറ്റാം. പക്ഷെ തെറ്റാവാനുള്ള ഒരു സാധ്യത നമ്മൾ വാലിഡ് ആയിട്ട് കാണുക, അത് തെറ്റാണെന്ന് മനസ്സിലാക്കിയപ്പോൾ മാത്രമാണ്
അതിനൊരു നെസസറി ആയിട്ടുള്ളൊരു കാരണം, ഇത് തെറ്റാണ് എന്ന് പറയാൻ മാത്രമുള്ളൊരു കാരണം, ഒരു സഫിഷ്യൻ്റ് ആയിട്ടൊരു റീസൺ നമ്മൾ കയ്യിൽ കിട്ടിക്കഴിഞ്ഞാലാണ്. അതെ. നമുക്കറിയാം ആള് ഭയങ്കര ട്രസ്റ്റ് വർത്തിയാണ്. നമുക്ക് ഓൾറെഡി അറിയാവുന്ന ആളാണ്. അപ്പോൾ ആ ടെസ്റ്റിമോണി നമ്മൾ ബിലീവ് ചെയ്യുക, അതായത് ടോട്ടലി ഇൻ ജനറൽ പറയുകയാണെങ്കിൽ നമ്മൾ എടുക്കുന്ന ഒരു വീക്ഷണം എന്ന് പറഞ്ഞാൽ ഇന്നസെന്റ് അൺടിൽ പ്രൂവൻ ഗിൽറ്റി എന്നുള്ളതാണ്. അഥവാ അപരാധിയാണെന്ന് തെളിയിക്കുന്നത് വരെ ആളെന്ത് ചെയ്യുക, നിരപരാധിയായിട്ട് പരിഗണിക്കുക എന്നുള്ളതാണ്. ഒരു പ്രതി അയാൾ തെറ്റ് ചെയ്തു എന്ന് തെളിയിക്കുന്നത് വരെ എന്താണ്, അയാൾ നിരപരാധിയാണ്. അഥവാ ഒരു കാര്യത്തെ അവിശ്വസിക്കാനുള്ള കാരണം കിട്ടുന്നത് വരെ നമ്മൾ എന്ത് ചെയ്യുന്നു, ബേസിക് പൊസിഷനുകളെ വിശ്വസിക്കുന്നു എന്നുള്ളതാണ്. ടെക്നിക്കലായി പറയുകയാണെങ്കിൽ ഒരു ഡിഫീറ്റർ ഉണ്ടാകുന്നത് വരെ ഒരു ബിലീഫ് ഹോൾഡ് ചെയ്യുക, ഒരു ബിലീഫ് ഹോൾഡ് ചെയ്യുക. ഓക്കെ. ഇനി എന്തുകൊണ്ടാണ് നാച്ചുറലിസ്റ്റിന് എവല്യൂഷൻ വിശ്വസിക്കുകയാണെങ്കിൽ അവരുടെ റാഷണൽ ഫാക്കൽറ്റി റിലേ ചെയ്യാൻ പറ്റാത്തത്? അതായത് നമ്മളിപ്പോൾ പറഞ്ഞ കാര്യം എന്ന് പറഞ്ഞാൽ, ഒരു നാച്ചുറലിസ്റ്റിനെ സംബന്ധിച്ച് നമ്മളിപ്പോൾ ഇനി പറയാൻ പോകുന്ന കാര്യമാണ്. നാച്ചുറലിസ്റ്റിനെ സംബന്ധിച്ച് അയാൾ ഈ സംഭവത്തിനെ, നാച്ചുറൽ സെലക്ഷനെ സ്വീകരിച്ചു കഴിഞ്ഞാൽ അയാൾക്ക് അയാളുടെ ബുദ്ധിയുടെ വിശ്വാസ്യത പോലും ചിലപ്പോൾ ഉറപ്പിക്കാൻ പറ്റില്ല. അപ്പോൾ പറഞ്ഞതുപോലെ അയാൾക്ക് എന്ത് ചെയ്യേണ്ടി വരും, ചിലപ്പോൾ ബേസിക് കാര്യങ്ങളിൽ പലതിലും സ്കെപ്റ്റിക് ആവേണ്ടി വരും. കാരണം ഇന്നസെന്റ് അണ്ടിൽ പ്രൂവൺ ഗിൽറ്റിയാണ്. ഗിൽറ്റി ആണെന്ന് തെളിയിക്കുന്നത് വരെ ആൾ ഇന്നസെന്റ് ആണ്, അപരാധിയാണെന്ന് തെളിയിക്കുന്നത് വരെ ആൾ നിരപരാധിയാണ്. അപ്പോൾ അപരാധിയാണെന്ന് മനസ്സിലായാൽ പിന്നെ നിരപരാധിയല്ല. അപരാധിയാണെന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ എന്ത് ചെയ്തു, ആ നിരപരാധി എന്നുള്ള പ്രശ്നങ്ങൾ ഒഴിവാക്കി. അതുപോലെ എന്തുകൊണ്ട് യുക്തി ശരിയാണെന്ന് വിശ്വസിക്കുന്നു, എന്തുകൊണ്ട് ഇപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ ഓരോ ബേസിക് കാര്യങ്ങൾ, നമ്മുടെ ബുദ്ധി ഒരു വയേർഡായിട്ട് എക്സ്റ്റേണൽ റിയാലിറ്റിക്ക് എതിരെ പ്രവർത്തിക്കല്ല. 1+1=2 ആയതുകൊണ്ട് തന്നെയാണ് 1+1=2 നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് എന്ന് നമ്മൾ എന്തുകൊണ്ടാണ് പറയുന്നത്? ബുദ്ധി നമ്മൾ റിലേ ചെയ്യുന്നത് എന്തുകൊണ്ടാണ്? ബുദ്ധിനെ എതിർക്കാൻ ഒരു കാരണം നമ്മളെടുത്തില്ല. അല്ലെങ്കിൽ ഈ യുക്തി എന്ന് പറയുന്ന കാര്യം തെറ്റാണ്, അതിൽ റിലേ ചെയ്യാൻ പറ്റൂല, അത് എന്താ പറയുക, ഇന്നസെൻ്റ് അല്ല എന്ന് നമുക്ക് പറയാൻ വേണ്ട ഒരു കാരണമില്ലാത്തതുകൊണ്ടാണ് നമ്മൾ എന്തിനെ, ബുദ്ധിയെ വിശ്വസിക്കുന്നത്. എന്നാൽ ഒരു നാച്ചുറലിസ്റ്റിനെ സംബന്ധിച്ച് അയാൾ നാച്ചുറൽ സെലക്ഷനിൽ വിശ്വസിക്കുമ്പോൾ, ഒരു ഭൗതികവാദിയായിട്ടുള്ള ഒരാൾ എവല്യൂഷനിൽ വിശ്വസിക്കുകയാണെങ്കിൽ, നാച്ചുറൽ സെലക്ഷനിൽ വിശ്വസിക്കുകയാണെങ്കിൽ അയാളെ സംബന്ധിച്ച് എന്ത് ചെയ്യേണ്ടി വരും, അയാൾക്ക് അയാളുടെ ബുദ്ധിയെ അവിശ്വസിക്കേണ്ട കാരണം ഉണ്ടാവും. അയാൾക്ക് അയാളുടെ ബുദ്ധിയെ വിശ്വസിക്കാൻ ഉറപ്പായിട്ടും പറ്റിക്കൊള്ളണമെന്നില്ല എന്നുള്ളതാണ്. അതെ. ഇതിൻ്റെ ഇഷ്യൂ എന്താണ് എന്നാണ് നമ്മൾ നോക്കുന്നത്. ഒന്ന്, നാച്ചുറൽ സെലക്ഷൻ നമ്മൾ ഓൾറെഡി ഇവിടെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. നാച്ചുറൽ സെലക്ഷൻ ഫോക്കസ് ചെയ്യുന്നത് ട്രൂത്ത് റിലയബിൾ ആയിട്ടുള്ളൊരു ഫാക്കൽറ്റി നമുക്ക് തരിക എന്നുള്ളതല്ല. സർവൈവലിന് ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ളൊരു ഫാക്കൽറ്റി നമുക്ക് തരിക എന്നതാണ് എവല്യൂഷൻ്റെ അല്ലെങ്കിൽ നാച്ചുറൽ സെലക്ഷൻ്റെ പ്രോസസ്സ്. അതായത് നാച്ചുറൽ സെലക്ഷനിൽ ഒരാൾ വിശ്വസിക്കുകയാണെങ്കിൽ അയാൾ മനസ്സിലാക്കുന്ന കാര്യം എന്താണ്, എൻ്റെ എല്ലാ പ്രകൃതങ്ങളും ഉണ്ടായിട്ടുള്ളത് നാച്ചുറലി സെലക്ട് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ, ഈ സാഹചര്യത്തിൽ നിന്ന് സർവൈവ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള രീതിയിലാണ്. എൻ്റെ എല്ലാ ക്വാളിറ്റീസും ഉണ്ടായിട്ടുള്ളത് എൻ്റെ ആൻസിസ്റ്റേഴ്സ് ഏതൊക്കെയോ സാഹചര്യങ്ങൾ കടന്നു വന്നു, ആ സാഹചര്യങ്ങളിൽ നിന്ന് സർവൈവ് ചെയ്യണം. അതിന് വേണ്ടിയിട്ടാണ് ഫിയർ ഉണ്ടായിട്ടുള്ളത്, അതിന് വേണ്ടിയിട്ടാണ് എൻ്റെ ആംഗ്രിനെസ് എന്ന് പറയുന്നത്, ദേഷ്യം എന്ന് പറയുന്ന ക്വാളിറ്റി ഉണ്ടായിട്ടുള്ളത്, പേടി ഉണ്ടായിട്ടുള്ളത്, സ്നേഹം, കരുണ, ചിരി, എല്ലാ ക്വാളിറ്റീസും ഉണ്ടായിട്ടുള്ളത് എന്തിനാണ്, ബുദ്ധി അടക്കം എല്ലാ ക്വാളിറ്റീസും ഉണ്ടായിട്ടുള്ളത്, ദൈവവിശ്വാസം ഒക്കെ ഉണ്ടായിട്ടുള്ളത് ഈ സാഹചര്യത്തിൽ നിന്ന് സർവൈവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ. അതുപോലെയാണ് ഇപ്പൊ പറഞ്ഞതുപോലെ തന്നെ ബുദ്ധി, റാഷണൽ ഫാക്കൽറ്റി, ഈ റാഷണൽ ഫാക്കൽറ്റി എന്ന് പറഞ്ഞാൽ ബുദ്ധി എന്ന് പറയുന്ന കാര്യങ്ങളൊക്കെ എന്താണ്, സർവൈവ് ചെയ്യാൻ വേണ്ടിയിട്ടുണ്ടായിട്ടുള്ളത്. നിർബന്ധമായും അതുകൊണ്ട് സത്യം കണ്ടെത്താൻ പറ്റുമെന്ന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, നാച്ചുറൽ സെലക്ഷൻ വഴി പറയാൻ പറ്റില്ല. കാരണം സത്യം കണ്ടെത്താൻ വേണ്ടിയിട്ടല്ല എന്ന് പറഞ്ഞാൽ അതല്ല അതിൻ്റെ ലക്ഷ്യം. ബുദ്ധി ഇവോൾവ് ചെയ്തതിൻ്റെ ലക്ഷ്യം ആസ് പെർ നാച്ചുറൽ സെലക്ഷൻ എന്താണ്, സർവൈവ് ചെയ്യുക എന്നുള്ളതാണ്, അതിജീവിക്കുക എന്നുള്ളതാണ്, ശരി കണ്ടെത്തുക എന്നുള്ളതല്ല. ഉദാഹരണത്തിന് സമൂഹത്തിനോട് ഞാൻ പറയുകയാണ്, ഇവിടെ ഒരു 100 മൊബൈൽ ഫോൺ വെക്കാൻ പറയുകയാണ്. ഇപ്പം സമൂഹം വെക്കുന്ന എല്ലാം മൊബൈൽ ഫോണുകളായിരിക്കും. പക്ഷെ അത് പിന്നെ ഞാൻ പറയുന്ന സമൂഹം ഇവിടെ ഒരു ബ്ലൂ കളറിലുള്ള സാധനങ്ങൾ വെക്കാൻ പറയുകയാണ്. 100 ബ്ലൂ കളറുള്ള സാധനങ്ങൾ വെക്കുകയാണ്. അപ്പോൾ സമൂഹം റാൻഡമായിട്ട് 100 ബ്ലൂ കളറുള്ള സാധനങ്ങൾ ഇവിടെ വെച്ചാൽ അതിൽ ഫോൺ ഉണ്ടാവുന്ന സാധനം വളരെ കുറവായിരിക്കും. കാരണം എല്ലാ ബ്ലൂ കളർ സാധനങ്ങളും ഫോണല്ല. ഓക്കെ, എല്ലാ ഫോണും ബ്ലൂ കളറാണ്. അപ്പോൾ സ്വാഭാവികമായും ബ്ലൂ കളറുള്ള സാധനങ്ങൾ നമ്മളിവിടെ എടുത്തു വെച്ചാൽ അതിൽ ഫോൺ ഉണ്ടാവാനുള്ള സാധ്യത കുറവായിരിക്കും. ഇതേപോലെ ട്രൂത്തിന് എയിം ചെയ്യാത്ത ഒരു പ്രോസസ്സിലൂടെ, മറ്റെന്തെങ്കിലും എയിം ചെയ്യുന്ന ഒരു പ്രോസസ്സിലൂടെ ട്രൂത്ത് ഉണ്ടാവുക എന്നുള്ള സാധ്യത വളരെ കുറവാണ്. അതായത് ട്രൂത്ത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ്, ട്രൂത്ത് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടാണ് ബുദ്ധി ഉണ്ടായിട്ടുള്ളതെന്ന് പറയാൻ പറ്റുകയാണെങ്കിൽ നമുക്കത് ഓക്കെ, മീൻസ് അങ്ങനെ ഒരു നാച്ചുറൽ സെലക്ഷനോട് പറയാൻ പറ്റുകയാണെങ്കിൽ ഫൈൻ, സ്വീകരിക്കാം. ട്രൂത്ത് അല്ല ലക്ഷ്യം എന്ന് പറഞ്ഞാൽ അതിനർത്ഥം ഈ ബുദ്ധിയിൽ നിന്ന് ബുദ്ധിക്ക് സത്യത്തെ കണ്ടെത്താൻ പറ്റുമെന്നുള്ളത് ഒരു ലെസ് പ്രോബബിൾ ആയിട്ടുള്ള കാര്യമാണ്, അല്ലെങ്കിൽ പ്രോബിലിറ്റി ഭയങ്കരമായിട്ട് അധികമുള്ള കാര്യമല്ലാതായിട്ടാണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുക. ഇപ്പോൾ എവല്യൂഷൻ, ഇപ്പം നമ്മൾ ജീവജാലങ്ങളിലേക്ക് നോക്കുകയാണെങ്കിൽ മനുഷ്യൻ മാത്രമാണ് ഇൻ്റലിജൻ്റ് ആയിട്ടുള്ള മാത്തമാറ്റിക്കലും മറ്റ്
മെറ്റാഫിസിക്കൽ ഡിസ്കഷനൊക്കെ നടത്തുന്ന ഒരു ജീവി മനുഷ്യനാണ്. അപ്പം ട്രൂത്ത് ഫോക്കസ്ഡ് ആയിട്ട് ട്രൂത്ത് പ്രവർത്തിക്കുന്നു. ഫോക്കസ്ഡ് ആയിട്ടുള്ള ഒരു പ്രോസസ്സ് ആയിരുന്നു എവല്യൂഷൻ എങ്കിൽ സ്വാഭാവികമായും കൂടുതൽ ജീവികളിൽ എല്ലാവർക്കും അത് ഉണ്ടാവേണ്ടിയിരുന്നു. അപ്പം മനുഷ്യരിൽ മാത്രമേ അതുള്ളൂ. അതുകൊണ്ട് തന്നെ ഇത് ട്രൂത്ത് ഫോക്കസ് അല്ല എന്നുള്ളതിൻ്റെ ഒരു എവിഡൻസ് ആണ്. അതേപോലെ തന്നെ എവല്യൂഷൻ, അതായത് എവല്യൂഷൻ എന്ന് പറയുന്ന പ്രക്രിയ ട്രൂത്ത് ഫോക്കസ്ഡ് അല്ല എന്നുള്ളതിന്റെ തെളിവാണ് ഇത്. അതേപോലെ തന്നെ പല ഫാൾസ് ബിലീഫ്സിലൂടെയും നമുക്ക് സർവൈവൽ സംഭവിക്കാം. യെസ് യെസ്. അപ്പം അതേപോലെ ഒരു ഫാൾസ് ബിലീഫ് ഉണ്ടാവാൻ ഒരുപാട് സാധ്യത. ഈ ഫാൾസ് ബിലീഫിന് ഒരു എക്സാമ്പിൾ പറയാം നമുക്ക്. ഇപ്പോൾ ഒരുപാട് എക്സാമ്പിൾസ് നമ്മൾ പറയാറുണ്ട്. ഇപ്പോൾ ഉദാഹരണത്തിന് ഒന്ന് പറഞ്ഞാൽ, ഇപ്പോൾ ഒരാൾ കണ്ടു ഒരു സിംഹം ഒരു തൻ്റെ ഒപ്പമുള്ള ഒരു ജീവിയെ കഴിക്കുന്നത് കണ്ടു, അല്ലെങ്കിൽ സിംഹം കൊന്നു തിന്നുന്നത് കണ്ടു. അപ്പോൾ ഇയാൾക്ക് എന്ത് ചെയ്യാം? 2 ഓപ്ഷൻ ഉണ്ട്. ഒന്ന് പറഞ്ഞാൽ ഇയാൾക്ക് ബുദ്ധിപരമായി നോക്കി മനസ്സിലാക്കി സിംഹം എന്തുകൊണ്ടാണ് ഈ മനുഷ്യനെ തിന്നുന്നത്. കാരണം സിംഹം ഒരു മാംസബുക്കാണ്. അതേപോലെ തന്നെ രണ്ടാമത്തെ കാര്യം, സിംഹത്തിന് ഒരു മനുഷ്യനെ അറ്റാക്ക് ചെയ്യാൻ മാത്രം പവർ ഉണ്ട്. അതെങ്ങനെ മനസ്സിലാക്കാൻ പറ്റുക? അതിൻ്റെ ബോഡി ലാംഗ്വേജ് വെച്ച് മനസ്സിലാക്കാൻ പറ്റും. അതിൻ്റെ കൂർത്ത പല്ലുകളൊക്കെ അതിൻ്റെ അറ്റാക്കിങ് നേച്ചറിനെ കാണിച്ചിരുന്നുണ്ട്, അതിൻ്റെ നഖങ്ങളൊക്കെ കാണിച്ചിരുന്നുണ്ട് എന്നൊക്കെ നന്നായിട്ട് അനലൈസ് ചെയ്ത് ശ്രദ്ധിച്ച് ട്രൂത്ത് ഫോക്കസ്ഡ് ആയിട്ട് നോക്കിയിട്ട് എന്ത് ചെയ്യാം? അയാൾക്ക് നെക്സ്റ്റ് സിംഹത്തിനെ കാണുമ്പോൾ മാറിക്കാം. ഒരു ഓപ്ഷനാണ്. അഥവാ ഇയാളുടെ ബുദ്ധി സർവൈവ് ചെയ്യാൻ വേണ്ടി എന്ത് ചെയ്തു? ട്രൂത്തിനെ കണ്ടെത്തി. ഒരു ഓപ്ഷൻ. ഈ രണ്ടാമത്തെ ഓപ്ഷൻ, വേറൊരു മനുഷ്യൻ എന്ന് പറഞ്ഞാൽ അയാൾ എന്ത് ചെയ്യാണ്? അയാൾ ഈ സിംഹത്തിനെ കാണുമ്പോൾ ഈ സിംഹം തൻ്റെ സഹജീവിയെ കൊല്ലുന്നത് കണ്ടു. പിന്നെ ഈ സിംഹത്തെ കാണുമ്പോൾ മുഴുവൻ ഓടുക എന്നുള്ളതാണ് ഇയാളുടെ പ്ലാൻ. സിംഹത്തെ മാത്രമല്ല, ഇയാൾക്ക് പരിചയമില്ലാത്ത എല്ലാ ജീവികളെ കാണുമ്പോൾ ഇയാൾ ഓടുന്നുള്ളതാണ് ഇയാളുടെ പ്ലാൻ. അത് ഇയാൾ ട്രൂത്ത് ഫോക്കസ് ചെയ്യുന്നില്ല. ഈ ഒരു ബിലീഫിന്റെ അടിസ്ഥാനത്തിലാവണമെന്നില്ല, വേറെ ഏതെങ്കിലും ബിലീഫിന്റെ അടിസ്ഥാനത്തിൽ ഓടുന്നതാവാം, ഫാൾസ് ബിലീഫിന്റെ അടിസ്ഥാനത്തിൽ ഓടുന്നതാവാം. ഇതിപ്പോ ഒരു സിമ്പിൾ എക്സാമ്പിൾ. ഇതല്ലാത്ത ഇതിനേക്കാൾ മറ്റേ അലമ്പായ ഒരുപാട് വിശ്വാസങ്ങൾ കൊണ്ട് വേണമെങ്കിൽ എന്ത് ചെയ്യാം? അപരിചിതമായ ജീവികളെ കാണുമ്പോൾ മുഴുവൻ ഓടുക എന്നുള്ളൊരു പൊസിഷൻ എടുത്തെന്ന് വിചാരിച്ചോ. ഇതിൽ ആരാണ് സർവൈവ് ചെയ്യാൻ കൂടുതൽ ചാൻസ്? രണ്ടാമത്തെ ആളാണ് സർവൈവ് ചെയ്യാൻ കൂടുതൽ ചാൻസ്. കാരണം ഫസ്റ്റത്തെ ആൾ എന്ന് പറഞ്ഞാൽ, ഫസ്റ്റ് ആൾ ഇയാൾ ഇതൊക്കെ പോടെ കൂടെ ഒബ്സർവ് ചെയ്യാന്ന് പറഞ്ഞാൽ ഇയാൾക്ക് മെന്റലി ഭയങ്കരമായിട്ടുള്ള പവർ കൊടുത്ത് സൂക്ഷിച്ച് ഒരുപാട് കാര്യങ്ങൾ അതിൽ ഇൻവോൾവ് ചെയ്തിട്ടാണ് ഇയാൾക്ക് എന്ത് ചെയ്യാൻ പറ്റുക? ഈ ഒരു വിഷയത്തെ കണ്ടെത്താൻ പറ്റുക, സർവൈവ് ചെയ്യാനുള്ള കാര്യത്തെ കണ്ടെത്താൻ പറ്റുക. അതെന്ന് പറഞ്ഞാൽ ലെസ് പ്രോബിൾ ആണ്. എന്ന് മറ്റേ ആൾക്കോ ആരെ കണ്ടാലും ഓടുക, ആരെ കണ്ടാലും മാറിക്കെന്ന് പറഞ്ഞാൽ അത് വളരെ വളരെ എഫേർട്ട്ലെസ് ആയിട്ടുള്ള കാര്യമാണ്. അപ്പം ഒരു കാരണമില്ലാതെ ഓടാം. അപ്പം ചില ജീവികൾ അത് ബർത്ത് കൊടുത്ത ഉടനെ തന്നെ എന്താണ്, അതിൻ്റെ കുട്ടി ഓടിപ്പോവും. കാരണം ആ ജീവി അതിനെ ഉപദ്രവിക്കാം, അതല്ലെങ്കിൽ മറ്റേതെങ്കിലും രീതിയിൽ അതിനെ അപായപ്പെടുത്താം. അപ്പം ഇതൊന്നും അറിഞ്ഞിട്ടല്ല ഇത് ഓടുന്നത്, സിംപിളി ഓടാണ്. അതായത് ട്രൂത്ത് ഫോക്കസ് ചെയ്യാതെയാണ് ഓടുന്നത്. അപ്പം നമ്മൾ നേരത്തെ പറഞ്ഞ ഏത് ജീവിനെ കാണുമ്പോഴും ഓടും, പശുവിനെ കാണുമ്പോഴും ഓടും, അതേപോലെ തന്നെ മാനിനെ കാണുമ്പോഴും ഓടും, മുയലിനെ കാണുമ്പോഴും ഓടും. അതേപോലെ തന്നെ ഇത് അങ്ങനെ ഓടുക എന്നുള്ളൊരു സ്വഭാവം, ആ സ്വഭാവം എന്ന് പറഞ്ഞാൽ അത് വളരെ സിമ്പിളാണ്. അപ്പോൾ അത് സർവൈവ് ചെയ്യാനുള്ള ചാൻസ് എന്താണ്? മറ്റേതിനൊക്കെ കൂടുതലാണ്. മറ്റേതിന് ഭയങ്കര എഫേർട്ട് വേണം. അതിന് എഫേർട്ട് വേണമെന്ന് മാത്രമല്ല, ഇയാൾ ഈ ഒബ്സർവേഷൻ നടത്തുന്നതിൻ്റെ ഉള്ളിൽ ഇപ്പോൾ സിംഹം വന്നിട്ട് ഇയാൾ അറ്റാക്ക് ചെയ്തിട്ടുണ്ടാവും. സിംഹത്തിന് ഒബ്സർവ് ചെയ്യണമല്ലോ, പല്ലുണ്ടെങ്കിലാണ് അറ്റാക്ക് ചെയ്യുക, നഖമുണ്ടെങ്കിലാണ് അറ്റാക്ക് ചെയ്യുക, ബോഡിൻ്റെ പവർ ഉണ്ട്. ഇതൊക്കെ നോക്കണമെങ്കിൽ സിംഹത്തിൻ്റെ അടുത്തേക്ക് പോകണമല്ലോ. അന്നത്തെ കാലമല്ലേ സ്വാഭാവികമായിട്ടും. അപ്പോൾ ആ സർവൈവലിന് വേണ്ടിയിട്ട് ഇയാൾ മറ്റേ ട്രൂത്തിനെ ഫോക്കസ് ചെയ്യുകയാണെങ്കിൽ ഇയാളുടെ ലൈഫ് അവിടെ എന്ത് ചെയ്യാണ്? റിസ്ക്കിലാണ്. ആ ലൈഫ് പെട്ടെന്ന് പോയേക്കാം. മീൻസ് ഈ സിംഹം അറ്റാക്ക് ചെയ്തിട്ട് ഇയാൾ മരിച്ചേക്കാം. ഇയാൾ സർവൈവ് ചെയ്യാനുള്ള ചാൻസ് കുറവാണ്. ഇയാളെ നാച്ചുറലി സെലക്ട് ചെയ്യാനുള്ള ചാൻസ് കുറവാണ്. ഇയാളല്ല, മറ്റേ ആളാണ് പെട്ടെന്ന് നാച്ചുറലി സെലക്റ്റഡ് ആവുക. കാരണം അയാളെ സംബന്ധിച്ച് എഫേർട്ട് കുറവാണ്, ഒബ്സർവ് ചെയ്യേണ്ട ആവശ്യമില്ല, അടുത്തേക്ക് പോയിട്ട് റിസ്ക് എടുക്കേണ്ട ആവശ്യമില്ല. സോ അയാൾ നാച്ചുറലി സെലക്റ്റഡ് ആവാനുള്ള ചാൻസ് കൂടുതലാണ്. ബുദ്ധിയെ ട്രൂത്തിലേക്ക് ഫോക്കസ് ചെയ്യാത്ത ആൾ നാച്ചുറലി സെലക്റ്റഡ് ആവാനുള്ള ചാൻസ്, സർവൈവ് ചെയ്യാനുള്ള ചാൻസ് കൂടുതലാണ്. ബുദ്ധിയെ ഫോക്കസ് ചെയ്യുന്ന ആൾ സർവൈവ് ചെയ്യാനുള്ള ചാൻസ് കുറവാണ്. ആസ് പെർ നാച്ചുറൽ സെലക്ഷൻ ഇവരെ ബിലീഫിൽ നോക്കുകയാണെങ്കിൽ, നാച്ചുറലിസ്റ്റുകളുടെ ബിലീഫിൽ നോക്കുകയാണെങ്കിൽ അതിനുള്ള ചാൻസ് കുറവാണ്. അപ്പോൾ ഇവിടെ ഇഷ്യൂ എന്താണെന്ന് വെച്ചാൽ, ഞാൻ എൻ്റെ മെമ്മറീസിൽ വിശ്വസിക്കുന്ന ഒരാളാണ്. അപ്പം ഞാനങ്ങനെ വിശ്വസിക്കുന്നു, ഞാൻ സമതിനെ കാണുന്നു, എനിക്കറിയാം എൻ്റെ മെമ്മറിയിൽ ഓൾറെഡി എന്താണ് സമത് റിലയബിൾ ആണ്, സമത് സത്യം പറയുന്ന ഒരാളാണ് എന്നെനിക്കറിയാം. അപ്പോൾ സമത് എന്നോട് പറയാണ് എൻ്റെ മെമ്മറിക്ക് ഏതെങ്കിലും രീതിയിൽ, അല്ലെങ്കിൽ മെമ്മറിയെ അൾട്ടർ ചെയ്യുന്ന രീതിയിലുള്ളൊരു പില്ല് ഞാൻ കഴിച്ചിട്ടുണ്ട് എന്ന് സമതിനോട് പറയണം. സമത് പറയുമ്പോൾ ഞാൻ സമതിനെ വിശ്വസിക്കണം. കാരണം എൻ്റെ മെമ്മറി പറയുന്നത് സമതിനെ വിശ്വസിക്കാനാണ്. വൺസ് ഞാൻ സമതിനെ വിശ്വസിച്ച് കഴിഞ്ഞാൽ സ്വാഭാവികമായും ഞാൻ എന്ത് വിശ്വസിക്കേണ്ടി വരും? എൻ്റെ മെമ്മറി അൾട്ടേർഡ് ആണെന്ന് വിശ്വസിക്കേണ്ടി വരും. വൺസ് അത് അൾട്ടേർഡ് ആണെന്ന് വിശ്വസിച്ച് കഴിഞ്ഞാൽ എനിക്ക് സമത് പറയുന്നത് വിശ്വസിക്കാൻ കഴിയില്ല. ഇതൊരു വളരെ വിഷ്യസ് ആയിട്ടുള്ളൊരു സർക്കിളിൽ ഒന്നും വിശ്വസിക്കാൻ പറ്റാതെ. ഒരു ഉദാഹരണത്തിന്, എക്സ് എന്നുള്ള സ്ഥലത്ത് നിന്ന് വരുന്ന ആള് നുണയെ പറയുള്ളൂ എന്നുള്ളത് എക്സ് എന്നുള്ള സ്ഥലത്ത് നിന്ന് വരുന്ന ഒരാൾ പറഞ്ഞാൽ, എക്സ് എന്നുള്ള സ്ഥലത്ത് നിന്ന് വരുന്ന ഒരാൾ പറയാണ് എക്സ് എന്നുള്ള സ്ഥലത്ത് നിന്ന് വരുന്ന ആൾ നുണയെ പറയുള്ളൂ എന്നുള്ളത്, നമുക്കത് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുമോ? അക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല. ഈ ഒരു രീതിയിലുള്ളൊരു ഒരു സർക്കിൾ നമ്മൾ പെടുന്നുള്ളതാണ്. എന്നാൽ അതേ സമയത്ത് ഇപ്പോൾ എൻ്റെ മെമ്മറി പറയുകയാണ് സമത് റിലയബിൾ ആണ്, സത്യം പറയുന്ന ആളാണ്. എൻ്റെ സമത് എന്നോട് പറയുന്നത് എന്താണ്, എൻ്റെ മെമ്മറി സത്യം മാത്രം പറയുന്ന ആളാണ്, സത്യം മാത്രം അറിയുന്ന ആളാണെന്നാണ് എൻ്റെ മെമ്മറി പറയുന്നത്.
എന്നിട്ട് സമത് എന്നോട് പറയാണ് ഞാനൊരു പില്ല് കഴിച്ചിട്ടുണ്ട്, ആ പില്ലിൻ്റെ മെമ്മറിയെ ബൂസ്റ്റ് ചെയ്യുന്ന ഒരു പില്ലാണ് എന്ന് സമത് പറയണം. ഞാനത് വിശ്വസിക്കുന്നു, കാരണം മെമ്മറി അങ്ങനെ പറയുന്നുണ്ട്. ഫസ്റ്റ് നമ്മൾ മെമ്മറി എന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. പ്രൂവൺ അൾട്ടിൽ ഇന്നസെൻ്റ് അൾട്ടിൽ പ്രൂവൺ ഗിൽറ്റി ആണല്ലോ. ഞാൻ വിശ്വസിക്കുന്നു. അപ്പം എൻ്റെ മെമ്മറി ബൂസ്റ്റ് ചെയ്യാനുള്ള പില്ല് ഞാൻ കഴിച്ചിട്ടുണ്ട്, അപ്പോൾ എനിക്ക് മെമ്മറി നല്ലതുണ്ട്. സമതിനെ എനിക്കപ്പോൾ വിശ്വസിക്കാം. ലൈക്ക് ഈ സർക്കിൾ എന്താണ്? നല്ല സർക്കിളാണ്. അത് ബെനിഗിനായിട്ടുള്ള അല്ലെങ്കിൽ ഹെൽത്തി ആയിട്ടുള്ള സർക്കിളാണ്, വിഷ്യ സർക്കിൾ അല്ല എന്ന് പറയും. കാരണം ഞാൻ മെമ്മറിയിൽ വിശ്വസിക്കുന്നു, അത് വെച്ച് സമതിനെ വിശ്വസിക്കുന്നു, സമത് പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ ഞാൻ എൻ്റെ മെമ്മറിയിൽ ഒന്നുകൂടി വിശ്വസിക്കുന്നു. ലൈക്ക് ഇറ്റ്സ് എ ഗുഡ് സർക്കിൾ. ആ സർക്കിൾ അങ്ങോട്ടും ഇങ്ങോട്ടും എന്താ പറയാ, സപ്പോർട്ടിംഗ് ആണ്. എന്നാൽ മറ്റേ സ്ഥലത്ത് വരുന്നത് എന്താണെന്ന് വെച്ചാൽ ഞാൻ എൻ്റെ മെമ്മറി സെൽഫ് ഡിഫീറ്റിംഗ് ആണ്. ആ സഫറിങ് വെച്ചിട്ട് അല്ലെങ്കിൽ ആ മെമ്മറി വെച്ചിട്ട് ഞാൻ സമതിനെ വിശ്വസിക്കുന്നു. കാരണം മെമ്മറി പറയുന്നു ടു ട്രസ്റ്റ് സമത് പറയുന്നു മെമ്മറി ട്രസ്റ്റ് ചെയ്യരുത്. മെമ്മറി ട്രസ്റ്റ് ചെയ്തില്ല, പിന്നെ എനിക്ക് സമതിനെ വിശ്വസിക്കാൻ പറ്റില്ല. ഇതേ പ്രശ്നമാണ് പ്രശ്നമാണ് നാച്ചുറൽ സെലക്ഷനിലും നാച്ചുറലിസ്റ്റിലും. ഇപ്പോൾ നേരത്തെ പറഞ്ഞു നാച്ചുറലിസ്റ്റ് വരികയാണ്, നാച്ചുറലിസ്റ്റ് വന്നിട്ട് നാച്ചുറൽ സെലക്ഷനിൽ വിശ്വസിക്കുകയാണ്. അപ്പോൾ നാച്ചുറൽ സെലക്ഷൻ വിശ്വസിക്കുമ്പോൾ അയാൾ അങ്ങനെ സർക്കുലറായിട്ട് പോയി മനസ്സിലാക്കുന്ന കാര്യം എന്ന് പറഞ്ഞാൽ എൻ്റെ ബുദ്ധി ട്രൂത്ത് ഫോക്കസ്ഡ് ആണ്, ഉറപ്പിച്ച് പറയാൻ പറ്റില്ല. ഉറപ്പിച്ച് പറയാനുള്ള ബുദ്ധി ട്രൂത്ത് ഫോക്കസ്ഡ് ആവണം, അല്ലെങ്കിൽ ട്രൂത്ത് റിലേബിൾ ആവാനുള്ള സാധ്യത വളരെ കുറവാണ്. ലെസ് പ്രോബിൾ ആണ്. കാരണം മൊത്തം ജീവികൾ പറയാൻ പറ്റില്ല എന്നല്ല, വളരെ കുറവാണ്. മൊത്തം സ്പീഷീസ് എടുത്ത് നോക്കുമ്പോൾ തീരെ കുറവാണ് ട്രൂത്ത് ഫോക്കസ്ഡ് ആണെന്ന് പറയുന്നത്. അപ്പോൾ അയാൾ എത്തുന്ന ഒരു കൺക്ലൂഷൻ എന്താ? എൻ്റെ ബുദ്ധിയാണ് എന്നോട് പറഞ്ഞത് നാച്ചുറലിസം, ഭൗതികവാദം ശരിയാണെന്നുള്ളത്. ഞാൻ നാച്ചുറൽ സെലക്ഷനിൽ വിശ്വസിക്കുന്നു. നാച്ചുറൽ സെലക്ഷൻ പറയുന്നു ഈ ബുദ്ധി എന്താ പറയുക, സത്യം പറയാനുള്ള സാധ്യതയല്ല, സത്യം പറയാതിരിക്കാനുള്ള സാധ്യതയാണ് കൂടുതൽ എന്ന് പറയുന്നു. അപ്പോൾ എൻ്റെ ബുദ്ധി എന്നോട് പറഞ്ഞ നാച്ചുറലിസം ശരിയാണെന്നുള്ള കാര്യം, ഭൗതികവാദം ശരിയാണെന്നുള്ള കാര്യം എനിക്ക് അംഗീകരിക്കാൻ പറ്റില്ല. അഥവാ ഒരാളുടെ വാദത്തെ അയാൾ തന്നെ ഡിഫീറ്റ് ചെയ്യാണ്, സെൽഫ് ഡിഫീറ്റ് ചെയ്യാനായിട്ടുള്ള അയാളുടെ രണ്ട് പൊസിഷനുകൾ പരസ്പരം കോൺട്രാഡിക്റ്റിംഗ് ആണ്. അതായത് ഇപ്പോൾ സിംപ്ലി പറഞ്ഞാൽ ഇവർ ഭൗതികവാദം ശരിയാണെന്ന് പറയാൻ വേണ്ടി ഏറ്റവും വലിയ കാരണമായിട്ട് കൊണ്ടുനടക്കുന്നത് എന്താണ്? എവല്യൂഷനാണ്, നാച്ചുറൽ സെലക്ഷനാണ്. അതന്നെ അവരുടെ നാച്ചുറലിസം എന്ന് പറയുന്ന, അവരുടെ ഭൗതികവാദം എന്ന് പറയുന്ന പൊസിഷനെ ഇങ്ങോട്ട് തിരിച്ചു കൊത്തുന്നു, നമ്മൾ ഡിഫീറ്റ് ചെയ്യുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഇനി ഓക്കെ, ഈ ഒരു കാര്യം മനസ്സിലാക്കുമ്പോൾ തന്നെ അപ്പോൾ വിശ്വാസികൾ നാച്ചുറൽ സെലക്ഷനെ മനസ്സിലാക്കുമ്പോൾ വിശ്വാസികൾക്ക് പ്രശ്നം വരില്ലേ? വിശ്വാസികൾ എന്ന് പറയുമ്പോൾ നമ്മൾ ഈസ്റ്റുകളാണ്. സർവശക്തനായ, പരമകാരുണ്യകനായ, സർവജ്ഞാനിയായ ഒരു ദൈവമാണ് നമ്മളെ സൃഷ്ടിച്ചതെന്നാണ് നമ്മൾ വിശ്വസിക്കുന്നത്. നമ്മുടെ ബുദ്ധി ഉപയോഗിച്ച് ഫൈൻ ട്യൂണിങ് പോലെയുള്ള, അല്ലെങ്കിൽ പല ആർഗ്യുമെൻറ്റുകളും, കണ്ടിജൻസിയോ കലാമോ അങ്ങനെ ആർഗ്യുമെൻറ്റിലൂടെ നമ്മൾ ദൈവം ഉണ്ട് എന്ന് മനസ്സിലാക്കുന്നു. ഇതാണ് നമ്മുടെ ബുദ്ധി നമ്മളോട് പറയുന്നത്. ആ ദൈവം ഉണ്ടെങ്കിൽ സ്വാഭാവികമായ ആ ദൈവം എന്താ ചെയ്യുക? നല്ലവനായ ദൈവം നമുക്ക് കറക്റ്റായിട്ടുള്ള റാഷണൽ ആയിട്ടുള്ള ഒരു ഫാക്കൽറ്റി തരും. അങ്ങനെ റാഷണൽ ആയിട്ടുള്ള ഫാക്കൽറ്റി തരുന്നുണ്ടെങ്കിൽ ആ റാഷണലായ ഫാക്കൽറ്റി വെച്ചിട്ട് നമ്മൾ ആ ദൈവത്തെ കണ്ടെത്തുന്നു. ആ സർക്കിൾ എന്താണ്? വിഷ്യസ് അല്ല, അഥവാ ബെനിഗിനായിട്ടുള്ള അല്ലെങ്കിൽ ഗുഡ് ആയിട്ടുള്ള സർക്കിളാണ്. അതായത് നമുക്ക് നേരത്തെ പറഞ്ഞ പോലെ സപ്പോർട്ടിങ് ആയിട്ടുള്ള സർക്കിൾ. അപ്പോൾ നേരത്തെ നമ്മൾ ഉദാഹരണം പറഞ്ഞതുപോലെ അത് അങ്ങോട്ടും ഇങ്ങോട്ടും കോംപ്ലിമെൻ്ററി ആയിട്ട് ജോയിൻ ചെയ്യാൻ പറ്റുന്ന, നേരത്തെ പറഞ്ഞ പോലെ കോൺട്രഡിക്ഷൻ അല്ലാത്ത, സെൽഫ് ഡിഫീറ്റിംഗ് അല്ലാത്ത, സ്വയം തന്നെ ഡിഫീറ്റ് ചെയ്യാത്ത, സ്വയം തന്നെ തോൽപ്പിക്കാത്ത, പരസ്പരം ചേർന്നിരിക്കുന്ന ഒരാശയമാണ്. അഥവാ പഠിച്ചവനെ എങ്ങനെയും നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് ബുദ്ധി തരാം, എങ്ങനെയും അതിനെ കൺട്രോൾ ചെയ്യാം, നിയന്ത്രിക്കാം. കാരണം അത് റാൻഡമായിട്ട് സംഭവിക്കുമ്പോഴാണ് നേരത്തെ പറഞ്ഞ പ്രശ്നങ്ങളൊക്കെ വരുന്നത്. ഇത് റാൻഡം അല്ല, ദിസ് ഇസ് ഗൈഡഡ്. അപ്പോൾ ബിലീവേഴ്സ് എവല്യൂഷനിൽ അല്ലെങ്കിൽ നാച്ചുറൽ സെലക്ഷനിൽ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ അതിനെ ശരിയായിട്ട് മനസ്സിലാക്കുന്നുണ്ടെങ്കിൽ, അവർ മനസ്സിലാക്കുന്നത് എന്താണ്? ഗൈഡഡ് നാച്ചുറൽ സെലക്ഷൻ ആണ്, അല്ലെങ്കിൽ ഗൈഡഡ് എവല്യൂഷൻ ആണ്. ഒരിക്കലും അൺഗൈഡഡ് ആയിട്ടുള്ള റാൻഡം ആയിട്ടുള്ള കാര്യമല്ല എന്നുള്ളത്. ഈ ഡോമിനോസ് സെറ്റ് ചെയ്ത് വെക്കുന്നത് പോലെ ഗോഡെല്ലാം സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അങ്ങനെയാണ് ഈ നാച്ചുറൽ സെലക്ഷൻ സംഭവിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ട്രൂത്ത് റിലയബിലിറ്റി മനുഷ്യന്റെ ബുദ്ധിക്ക് പറയുന്നത്. ട്രൂത്ത് എയിംഡ് ആണ് ആ പ്രോസസ്സ് നമ്മൾ വിശ്വസിക്കുന്നത്. അതായത് ഓൾ ഗുഡ് ആയിട്ടുള്ള ഒരു ഗോഡ് ട്രൂത്ത് എയിം ചെയ്തിട്ടാണ് നമ്മുടെ റാഷണൽ ഫാക്കൽറ്റി ഉണ്ടാക്കുന്നതെന്നാണ് നമ്മൾ. അതിന് സപ്പോർട്ടിംഗ് ആയിട്ട് ഒരുപാട് ആർഗ്യുമെന്റ്സ് നമുക്ക് ഖുർആൻ വേണമെങ്കിൽ പറയാൻ പറ്റും. മീൻസ് നമ്മളെ ബുദ്ധി കൊണ്ട് സത്യം മനസ്സിലാക്കാൻ പറ്റുന്നത് പടച്ചോൻ ഇങ്ങോട്ട് പറഞ്ഞെന്ന കാര്യം. നിങ്ങൾ സത്യം മനസ്സിലാക്കാൻ വേണ്ടി ചിന്തിക്കുന്നില്ലേ? നിങ്ങൾ ഉറ്റാലോചിക്കുന്നില്ലേ? നിങ്ങളെ ബുദ്ധി കൊടുത്തുകൊണ്ട് ആലോചിക്കുന്നില്ലേ? ബുദ്ധി കൊടുക്കാത്ത ആളുകളെ എന്താ പറയുക, ആക്ഷേപിച്ച് പറഞ്ഞതായിട്ടൊക്കെ നമുക്ക് കാണാൻ കഴിയും. സത്യം മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ബുദ്ധി കൊടുക്കാൻ വേണ്ടി പറയുന്ന ഒരുപാട് ആയത്തുകൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഖുർആനിൽ കാണാനും പറ്റും. ദാറ്റ് മീൻസ് പടച്ചോൻ്റെ ഇൻറ്റൻഷനിൽ, നമ്മൾ പറഞ്ഞ പടച്ചോൻ്റെ ഇൻറ്റൻഷനിൽ ഇവൻ്റെ ബുദ്ധിയെ ട്രൂത്ത് ഫോക്കസ്ഡ് ആയി, ട്രൂത്ത് റിലയബിളായി സെറ്റ് ചെയ്യുക എന്നുള്ള കാര്യം, സത്യം മനസ്സിലാക്കാൻ പറ്റുന്ന രീതിയിൽ സെറ്റ് ചെയ്യുക എന്നുള്ള കാര്യം ഉണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. എന്നാൽ സർവൈവലിന് വേണ്ടി ഉള്ള കാര്യങ്ങൾ, അത് സർവൈവൽ മാത്രം ഫോക്കസ് ചെയ്യുന്ന, സർവൈവൽ മാത്രം എയിം ചെയ്യുന്ന ഒരു പ്രോസസ്സിൽ ചിലപ്പം ട്രൂത്ത് റിലയബിൾ ആയിട്ടുള്ള കാര്യങ്ങൾ വന്നേക്കാം, വരില്ല എന്നല്ല. പക്ഷേ ഇതുപോലെ നമ്മൾ ഫോണിന്റെ ഉദാഹരണത്തിൽ പറഞ്ഞതുപോലെ വളരെ ലെസ് പ്രോബിലിറ്റി ആണ്. അതെ, നമ്മളിവിടെ പച്ച കളറുള്ള സാധനങ്ങൾ 100 എണ്ണം വെച്ചാൽ അതിലൊരു ഫോൺ ഉണ്ടാവാനുള്ള സാധ്യത കുറവാണ്. എന്നാൽ ഫോൺ
ഇവിടെ വെച്ചാൽ അതിൽ ഫോൺ ഉണ്ടാവുന്ന സാധ്യത 100% ആണ്. അതായത് നിരീശ്വരവാദികൾ മനസ്സിലാക്കുന്ന നാച്ചുറൽ സെലക്ഷൻ എന്ന് പറഞ്ഞാൽ അത് പച്ച കളറുള്ള സാധനം വെക്കുന്ന പോലെയാണ്. അഥവാ അവരെ സംബന്ധിച്ച് എന്താണ്, സർവൈവലിന് വേണ്ടിയിട്ട് ഉണ്ടാകുന്ന എന്തൊരു സാധനമാണ് ബുദ്ധി. കണ്ണ് സർവൈവലിന് വേണ്ടി ഉണ്ടാകുന്ന പോലെ, മൂക്കുണ്ടാകുന്നത് പോലെ, കാലുണ്ടാകുന്ന പോലെ ഉണ്ടാകുന്ന ഒരു സാധനമാണ് റാഷണൽ ഫാക്കൽറ്റി എന്ന് പറയുന്ന ബുദ്ധി എന്ന് പറയുന്ന സാധനം. അപ്പം ആ ബുദ്ധിക്ക് സത്യം കണ്ടെത്താൻ ഉറപ്പായിട്ടും പറ്റിക്കൊള്ളണമെന്നില്ല. പക്ഷെ വിശ്വാസികളെ സംബന്ധിച്ച് അവർ മനസ്സിലാക്കുന്ന നാച്ചുറൽ സെലക്ഷൻ പടച്ചോ സംവിധാനിച്ച സാധനമാണ്. മനസ്സിലാക്കുന്നുണ്ടെങ്കിൽ പടച്ചോ സംവിധാനിച്ചൊരു കാര്യമാണ്. പടച്ചോൻ എന്ന് പറഞ്ഞാൽ ബുദ്ധിനെ എങ്ങനെ പരിചയപ്പെടുത്തുന്നത്? ട്രൂത്തിന് വേണ്ടി സെറ്റ് ചെയ്തൊരു കാര്യം, ട്രൂത്ത് മനസ്സിലാക്കാൻ വേണ്ടി സെറ്റ് ചെയ്തൊരു കാര്യം, ഉറ്റാലോചിച്ച് ചിന്തിച്ച് സത്യത്തിലേക്ക് എത്താൻ വേണ്ടി സെറ്റ് ചെയ്തൊരു കാര്യം. അങ്ങനെയാണെങ്കിൽ അത് എന്തുപോലെയാണ്? നേരത്തെ പറഞ്ഞ പോലെ ഫോൺ വെക്കാൻ പറഞ്ഞതുപോലെയാണ്. അഥവാ അതാണ് അതിന്റെ ഫോക്കസ്. അപ്പൊ അതിൽ ഫോണേ ഉണ്ടാവുള്ളൂ എന്ന് പറഞ്ഞ പോലെ അതിൽ ബുദ്ധി, അതിൽ ട്രൂത്ത് റിലയബിൾ ആയിരിക്കും. ഫാക്കൽറ്റി മാത്രമേ സത്യം മനസ്സിലാക്കാൻ പറ്റുന്ന രീതിയിലുള്ള ബുദ്ധി ആയിരിക്കും ഉണ്ടാവുക. ഓക്കെ, നമ്മൾ പറഞ്ഞു വരുന്നത് എന്താണെന്ന് വെച്ചാൽ ഒരു തീസ്റ്റിനെ സംബന്ധിച്ചിടത്തോളം, ഒരു ദൈവവിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം എവല്യൂഷനിൽ വിശ്വസിക്കുന്നത് കൊണ്ട് യാതൊരു രീതിയിലുള്ള പ്രശ്നങ്ങളും വരുന്നില്ല, കോൺട്രഡിക്ഷനും വരുന്നില്ല. അതേപോലെ തന്നെ ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം ഖുർആനിൽ വിശ്വസിക്കുന്നത് കൊണ്ടും മറ്റു വിഷയങ്ങളിലും യാതൊരു രീതിയിലുള്ള കോൺഫ്ലിക്റ്റുകളും വരുന്നില്ല. അതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് നമ്മൾ ഈ വീഡിയോയിൽ പറയാത്തത് നമ്മുടെ വീഡിയോൻ്റെ ഫോക്കസ് അതല്ലാത്തത് കൊണ്ടാണ്. അതുപോലെ എക്സ്പ്ലെയിൻ ചെയ്യാനുള്ളതുണ്ടേനും. ഓക്കെ, അത് ഞാൻ വീഡിയോയിൽ തന്നെ റെഫറൻസ് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് അവിടെ പോയിട്ട് നിങ്ങൾക്ക് അതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് നോക്കാവുന്നതേ ഉള്ളൂ. പിന്നെ നമ്മൾ പറഞ്ഞു ഒരു തീസിനെ സംബന്ധിച്ചിടത്തോളം അള്ളാഹു ട്രൂത്ത് റിലയബിൾ ആയിട്ടുള്ള ഒരു ഫാക്കൽറ്റി തരാൻ, ഒരു ഗുഡ് ഗോഡ് നമുക്ക് ട്രൂത്ത് റിലയബിൾ ആയിട്ടുള്ള ഒരു ഫാക്കൽറ്റി എയിം ചെയ്തിട്ടായിരിക്കും ഈ പ്രോസസ്സുകളെല്ലാം സെറ്റ് ചെയ്തിട്ടുണ്ടാവുക. അതുകൊണ്ട് തന്നെ അത്തരം ട്രൂത്ത് എയിംഡ് ആയിട്ടുള്ള ഒരു ഫോക്കസിലൂടെ നമുക്കുണ്ടാവുന്ന നമ്മുടെ ഫാക്കൽറ്റി എന്ന് പറഞ്ഞാൽ ട്രൂത്ത് റിലയബിൾ ആയിരിക്കും. എന്നാൽ നാച്ചുറലിസ്റ്റിനെ സംബന്ധിച്ചിടത്തോളം ആ വ്യക്തി അല്ലെങ്കിൽ എവല്യൂഷനിലും നാച്ചുറൽ സെലക്ഷനിലും ഒക്കെ വിശ്വസിക്കുന്നത് കൊണ്ട് തന്നെ എവല്യൂഷനും നാച്ചുറൽ സെലക്ഷനും ട്രൂത്ത് ഫോക്കസ്ഡ് അല്ലെങ്കിൽ ട്രൂത്ത് എയിം ചെയ്യുന്ന ഒരു പ്രോസസ്സ് അല്ലാത്തതുകൊണ്ട് തന്നെ അതിലൂടെ വരുന്ന റാഷണൽ ഫാക്കൽറ്റി, അതിലൂടെ വരുന്ന പെർസെപ്ഷൻ, ഇതെല്ലാം റിലയബിൾ ആവാനുള്ള സാധ്യത ഹൈലി അൺലൈക്ലിയാണ്. അതുകൊണ്ട് തന്നെ ഒരു നാച്ചുറലിസ്റ്റിനെ സംബന്ധിച്ചിടത്തോളം ഇതൊന്നും റിലേ ചെയ്യാൻ പറ്റില്ല. നമ്മുടെ റാഷണൽ ഫാക്കൽറ്റി റിലേ ചെയ്യാൻ പറ്റില്ല. റാഷണൽ ഫാക്കൽറ്റി റിലേ ചെയ്യാൻ പറ്റില്ലെങ്കിൽ സ്വാഭാവികമായും നാച്ചുറലിസത്തിലോ എവല്യൂഷനിലോ വിശ്വസിക്കാൻ പറ്റില്ല. ഒരു നാച്ചുറലിസ്റ്റിനെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ ബുദ്ധിയും അവൻ്റെ പെർസെപ്ഷനും അവൻ്റെ റാഷണൽ ഫാക്കൽറ്റി എല്ലാം ഉപയോഗിച്ചുകൊണ്ട് നാച്ചുറലിസവും അതേപോലെ എവല്യൂഷനും ശരിയാണ് എന്ന് കൺക്ലൂഷനിലേക്ക് എത്തിക്കഴിഞ്ഞാൽ അതിൻ്റെ കോൺസിക്വൻസ് എന്ന നിലയിൽ അവൻ്റെ ഫാക്കൽറ്റി ഒരു ട്രൂത്ത് എയിംഡ് പ്രോസസ്സിലൂടെ അല്ലാതെ ഇവോൾവ് ചെയ്ത് വരിക എന്നത് ഹൈലി അൺലൈക്ലി ആണെന്ന് വിശ്വസിക്കേണ്ടി വരും. വൺസ് അങ്ങനെ വിശ്വസിച്ച് കഴിഞ്ഞാൽ സ്വാഭാവികമായും അവനവൻ്റെ ഫാക്കൽറ്റിയിൽ വിശ്വസിക്കാൻ അല്ലെങ്കിൽ അവൻ്റെ റാഷണൽ ഫാക്കൽറ്റിയിൽ വിശ്വസിക്കാൻ കഴിയില്ല. വൺസ് അവൻ്റെ റാഷണൽ ഫാക്കൽറ്റിയിൽ വിശ്വസിക്കാൻ പറ്റില്ലെങ്കിൽ അതേ റാഷണൽ ഫാക്കൽറ്റി ഉപയോഗിച്ചുകൊണ്ടാണ് അവൻ നാച്ചുറലിസവും എവല്യൂഷനും ശരിയാണെന്ന് തെളിയിച്ചത് എന്നതുകൊണ്ട് തന്നെ ആ നാച്ചുറലിസ്റ്റിലും എവല്യൂഷനിലും അവന് വിശ്വസിക്കാൻ പറ്റാത്ത അവസ്ഥ വരും. അതുകൊണ്ട് തന്നെ ഒരു നാച്ചുറലിസ്റ്റിനും എവല്യൂഷൻ അല്ലെങ്കിൽ നാച്ചുറൽ സെലക്ഷൻ രണ്ടും ഒരുമിച്ച് വിശ്വസിക്കാൻ സാധിക്കില്ല. നാച്ചുറലിസവും നാച്ചുറൽ സെലക്ഷനും ഒരുമിച്ച് വിശ്വസിക്കാൻ. ഇതിനാണ് ഈ ആർഗ്യുമെന്റ് നമ്മൾ എന്ന് പറയാം, എവല്യൂഷണറി ആർഗ്യുമെന്റ് അഗെയിൻസ്റ്റ് നാച്ചുറലിസം അഥവാ ഭൗതികവാദത്തിനെതിരായ പരിണാമപരമായ വാദം. പരിണാമ സിദ്ധാന്തവും നാച്ചുറൽ സെലക്ഷനും നാച്ചുറലിസവും ഭൗതികവാദം എന്നുള്ള കാര്യം, രണ്ട് കാര്യവും ഒപ്പം ഒരേ സമയം നിലനിൽക്കില്ല എന്നുള്ള കാര്യം ഇപ്പോൾ ഷാനു അവസാനം കൺക്ലൂഡ് ചെയ്തത്. നമ്മൾ ആദ്യം പറഞ്ഞ കാര്യങ്ങളൊക്കെ മനസ്സിലായിട്ടുണ്ടാവുമെന്നാണ് വിചാരിക്കുന്നത്. മനസ്സിലാവാത്ത ആളുകളുടെ ഒന്നുകൂടെ കാണുക എന്നുള്ളതാണ്. കുറച്ചൊരു തോട്ട് എക്സ്പെരിമെൻ്റ് ആവശ്യമുള്ള ഒരു സാധനം ആയതുകൊണ്ട് നന്നായിട്ട് ഉറ്റാലോചിക്കുമ്പോഴാണ് അതിൻ്റെ ഒരു വ്യക്തത വരിക. വളരെ ലളിതമായിട്ട് പറഞ്ഞാൽ ഒരു ഭൗതികവാദിയെ സംബന്ധിച്ച് അയാൾക്ക് നാച്ചുറൽ എന്ന് പറയുന്ന ഈ പരിണാമ സിദ്ധാന്തത്തിൻ്റെ അടിസ്ഥാനപരമായിട്ടുള്ള കാര്യം ഇതിൽ വിശ്വസിച്ച് കഴിഞ്ഞാൽ അയാളെ ബുദ്ധിനെ പോലും വിശ്വസിക്കാൻ പറ്റില്ല എന്നുള്ളതാണ്. കാരണം അയാളുടെ ബുദ്ധി സത്യം കണ്ടെത്താൻ പറ്റുന്ന രീതിയിലാണുള്ളതെന്ന് അയാൾക്ക് പറയാൻ പറ്റില്ല. കാരണം അയാൾ ഈ നാച്ചുറൽ സെലക്ഷനിലാണ് വിശ്വസിക്കുന്നതെങ്കിൽ ആ നാച്ചുറൽ സെലക്ഷൻ ദൈവമൊന്നുമില്ലാത്ത യാദർശികമായി നടക്കുന്ന നാച്ചുറൽ സെലക്ഷൻ പറയുന്നതെന്ന് പറഞ്ഞാൽ ഈ ബുദ്ധി ഉണ്ടായത് സത്യം കണ്ടെത്താൻ വേണ്ടിയിട്ടല്ല, ഈ ബുദ്ധി ഉണ്ടായത് അതിജീവിക്കാൻ വേണ്ടിയിട്ടാണ്. അതിജീവിക്കാൻ വേണ്ടി ഉണ്ടായ ബുദ്ധി സത്യം കണ്ടെത്താൻ പറ്റിക്കൊള്ളണമെന്നുണ്ടോ? നിർബന്ധമല്ല, വളരെ കുറവാണ് സാധ്യത. ലെസ് ലൈക്ലിയാണ്, വളരെ 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 സാധ്യത കുറഞ്ഞ കാര്യമാണ് ഈ ബുദ്ധി സത്യം കണ്ടെത്താൻ വേണ്ടി പ്രവർത്തിക്കുക എന്നുള്ളത്. ഒരുപാട് ഉദാഹരണങ്ങൾ നമ്മൾ നേരത്തെ പറഞ്ഞു. അപ്പോൾ അയാൾ ഒരു നാച്ചുറലിസ്റ്റ്, അയാൾ ഭൗതികവാദിയായിട്ടുള്ള ആൾ നാച്ചുറൽ സെലക്ഷനിൽ വിശ്വസിക്കുമ്പോൾ അയാൾ എത്തുന്നൊരു പൊസിഷൻ എന്ന് പറഞ്ഞാൽ എൻ്റെ ബുദ്ധി പോലും സത്യം പറയുന്നുണ്ടെന്ന് ഉറപ്പിച്ച് പറയാൻ പറ്റാത്ത അവസ്ഥയാണ്. ബുദ്ധി സത്യം പറയുന്നുണ്ടെന്ന് ഉറപ്പിച്ച് പറയാൻ പറ്റൂലെങ്കിൽ അയാളുടെ ബുദ്ധിയാണ് അയാളോട് പറഞ്ഞത് ഭൗതികവാദം ശരിയാണെന്നുള്ളത്. അപ്പോൾ സത്യം പറയുമെന്ന് ഉറപ്പിച്ച് പറയാൻ പറ്റാത്ത ബുദ്ധിയാണ് അയാളോട് എന്ത് പറഞ്ഞത്? ഭൗതികവാദം ശരിയാണെന്ന് പറഞ്ഞു. അപ്പോൾ അയാൾക്ക് അത് മൊത്തത്തിൽ വിശ്വസിക്കാൻ പറ്റാത്തൊരവസ്ഥ വരും. നാച്ചുറലിസ്റ്റായി, നാച്ചുറൽ സെലക്ഷനിൽ വിശ്വസിച്ചു, ബുദ്ധി എതിർത്തു, നാച്ചുറലിസ്റ്റ് എതിർക്കുന്നു.
ആ ഒരു ഒരു ലൂപ്പിൽ അയാൾ എന്ത് ചെയ്യാണ് കയറി പോകേണ്ട ഒരു അവസ്ഥ വരികയാണ്. നേരെ കോൺട്രഡിക്ഷനിലാവുകയാണ്. എവല്യൂഷൻ നേരെ നാച്ചുറലിസ്റ്റിന് എതിരായിട്ട് മാറുന്ന അവസ്ഥ നമുക്ക് കാണാൻ കഴിയുക. അതേസമയം ഒരു വിശ്വാസം സംബന്ധിച്ചാണെങ്കിലോ അവിടെ ദൈവത്തിൻ്റെ ഇടപെടലുണ്ടെങ്കിൽ, ബുദ്ധിയെ സത്യം കണ്ടെത്താൻ പറ്റുന്ന രീതിയിൽ അറേഞ്ച് ചെയ്യാൻ പറ്റുന്ന ഒരു ദൈവം അവിടെ ഉണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും ഈ നാച്ചുറൽ സെലക്ഷനെ പോലും അതാണ് ശരിയെന്ന് വന്നാൽ പോലും അതിനെ നന്നായിട്ട് മനസ്സിലാക്കാൻ, ബെറ്റർ അണ്ടർസ്റ്റാൻഡിങ് അതുമായി ബന്ധപ്പെട്ട് ഉണ്ടാക്കാൻ ഒരു വിശ്വാസിക്കാണ് നാച്ചുറലിസ്റ്റിനേക്കാൾ നന്നായിട്ട് പറ്റുക എന്നുള്ളതാണ്. ഇനി അറിയില്ല എന്താണ് ഈ നാച്ചുറലിസ്റ്റുകൾക്ക് ആകെയുള്ളൊരു പിടിവള്ളി എവല്യൂഷൻ തിയറി ആയിരുന്നു, നാച്ചുറൽ സെലക്ഷൻ ആയിരുന്നു. അതുകൂടെ അവരെ എതിർക്കുമ്പോൾ, അല്ലെങ്കിൽ ഇത് നമ്മൾ കുറേ കാലമായിട്ട് പറയുന്ന ആർഗ്യുമെൻ്റാണ്, ഇത് മനസ്സിലാവാഞ്ഞിട്ടാണോ, ഇതിനെപ്പറ്റി ചിന്തിക്കാനുള്ള ഒരവസ്ഥ ഇല്ലാത്തതുകൊണ്ടാണോ, ഇനി ഇത് മനസ്സിലായിട്ടും അതിനെപ്പറ്റി സംസാരിക്കാത്തതുകൊണ്ടാണോ എന്നറിയില്ല. എനിവേ ആ പിടിവള്ളി കൂടെ പോയാൽ സ്വാഭാവികമായിട്ടും എങ്ങനെയാണ് അവർ ഈ എക്സ്റ്റേണൽ വേൾഡിനെ എക്സ്പ്ലെയിൻ ചെയ്യുക എന്നുള്ളത് വലിയൊരു ക്വസ്റ്റ്യൻ മാർക്കാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.